ഓക്കെ ഗൈസ് എല്ലാം അപ്പാർട്ട് ഇന്ന് നമ്മളെ മേനെ പ്യാർ കിയ മൂവിന്റെ ക്രൂ ആണ് വരുന്നത്. ഹായ് ഗൈസ്, എന്തല്ല ഇതാണ് നായകൻ, ഇതാണ് പടത്തിലെ നായകൻ. പിന്നെ ഇവനറിയാലോ ചാൻ, ഇവനല്ല, എന്റെ പേരെന്താ ഷിഫാസ. ഇതെന്താ ഷിഫാസ് റിസ്വാനല്ലേ? നമ്മള് പ്രീതി മുകുന്ദനും അർജുന് ശ്രീകാന്ത് ഒട്ടിയാരും ഇല്ലേ, പുള്ളി വന്നില്ലേ ഗൈസ്? ഇവനറിയില്ല എടാ പേര് പറ. ഇവ സിനിമയിൽ ഇങ്ങനെയല്ലോ, ഇതെന്താ ഇങ്ങനെ? മുത്ത ഇവനായിരിക്കല്ല അറിയാം, ചാൻ ഒരു ഡബ്ല്യു, ഒരു ബിഗ് ഡബ്ല്യു, കമാൺ. പിന്നെ അടുത്ത ആള് പരിചയപ്പെടുന്നത് പ്രിൻസ്. ഇത് വില്ലൻ മുത്ത, ഇതാണ് പടത്തിലെ വില്ലൻ. ശരിയായ പെർഫോമൻസ്, ശരിയായ ടെറർ സാധനം. മുത്ത പടം കണ്ടവർക്കറിയാം ടെറർ എന്ന് പറഞ്ഞാൽ ശരിയായ ടെറർ. നിങ്ങൾ മറ്റേ ഇവരെ ഗ്യാങ്ങിലുള്ള അതില് ക്യാരക്ടർ നെയിം എന്തേലും? റാംബോ. ഇയാടെ ഇവന്റെ മൂവിയിലെ ക്യാരക്ടർ നെയിം റാംബോ എന്നാണ് കേട്ടോ. അപ്പൊ പിന്നെ ഒരാളുണ്ട്, പാടാ നീ ഒന്ന് ബാക്കിലേക്കല്ലേ? അതെന്താ മുത്ത ഇതെന്ന് പറഞ്ഞ സൈഡ് ക്യാരക്ടർ, ആള് പടത്തിന് സൈഡ് ക്യാരക്ടറാണ്. പക്ഷെ നമുക്ക് ഒരു 1-2 കൊല്ലമായിട്ടുള്ള പരിചയമാണ് മുത്തു. നമ്മള് ഒന്നിച്ച് ട്രാക്കിൽ ചെയ്തിട്ടുണ്ടല്ലോ. മുത്തു എന്ന് പറഞ്ഞാൽ ഈ സിനിമയിലെ എല്ലാ പാട്ടുകളും മുത്തുവിന്റെയാണ്. ഡബ്ല്യു സോങ്സ് എല്ലാരും ഡബ്ല്യു. കുട്ടി എല്ലാരും കുട്ടി ഫാൻസ് ആണെന്നല്ല, കുട്ടി ഫാൻസ് ആണല്ലോ. എടാ സോഫ എടുത്ത് ഇങ്ങോട്ടോ, എല്ലാരും ഇരിക്കേ. സോഫ എടുത്ത് ഇങ്ങോട്ടോ. അതിനിത് മസ്ലേറ്റ് അല്ല, ആദ്യമായിട്ടാണ്. എടാ ഞാൻ കാണട്ടെ, ഇന്നത്തെ മെയിൻ ഡിസപ്പോയിന്റ്മെന്റ് എന്താണെന്ന് അറിയാം? എടാ ഞാൻ പ്രതീക്ഷിച്ച ആരും വന്നില്ല. അർജു എന്തുകൊണ്ട് വന്നില്ല? അർജുന് ഉത്തരം പറയണം. ഫ്രണ്ടിലോട്ട് അവിടെ ഒന്ന് പിടിച്ചിട്ട് കൊടുക്കണോ? അതൊക്കെ ക്രൂവാ. സുഖല്ല? ആരാ പുറത്തുനിന്ന് എന്തോ കൊറേ സമയം പുറത്തായി എന്തോ പറയുന്നോട്ടെ, കുറച്ച് സമയം പുറത്തേക്ക് അറിയില്ല. എനിക്ക് തോന്നിയ അല്ല, ആരോ പറഞ്ഞു, വക്കീല് വന്നിട്ട് പറഞ്ഞു, ആരോ പുറത്തുനിന്ന് കൊറേ സമയം വെയിറ്റ് ചെയ്ത് മുഷിഞ്ഞിട്ടായിട്ട് എന്തോ പറഞ്ഞു. എന്തോ പറ്റി? ആണോ? നമ്മളിത് ലൈവ് തുടങ്ങിയിട്ട് ഞങ്ങൾക്ക് ഒരു ഇൻട്രോ തരുന്നല്ലേ? അല്ല, ലൈവ് തുടങ്ങി ഞങ്ങൾക്ക് ഒരു ഇൻട്രോ തരുന്നല്ലേ ഒരു രസം. എനിക്ക് എപ്പോഴും അറിഞ്ഞ അകത്ത് സ്പേസ് ഇല്ല, പിന്നെ അറിഞ്ഞ. എങ്ങനെ സ്പേസ് ഇല്ല? അല്ല അകത്ത് അങ്ങനല്ല, അകത്ത് വന്നാൽ ഇരിക്കാൻ പറ്റില്ല. നിങ്ങൾ അത് സെറ്റ് ചെയ്യല്ലേ, നമുക്ക് അകത്തോട്ട് വരാൻ പറ്റും. പിന്നെ അറിഞ്ഞാളെ കുറച്ചുകൂടി ആക്കി തരണോ? മതി എന്റെ അളിയാ, ഉള്ളത് മതി. ഗൈസ്, നായക നമ്മ വിചാരിച്ചല്ല, കുറച്ച് ടെററാണ്. റിയൽ നെയിം എന്തേലും? ഋതു. മറ്റേ ഇതിലെ പേര്, ഗെയിമിലെ പേരല്ല, മൂവിയിലെ പേര് ആര്യൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ആയിട്ടുള്ള ഇവനാണ് നായകൻ. പക്ഷെ ആ കാര്യം പറയാം, പ്രീതിയില്ല. പ്രീതിയില്ല, പിന്നെ അർജുൻ ഇല്ല, ശ്രീകാന്ത് വെട്ടിയാറില്ല. ഇത് ഞാൻ ഒരു കാര്യം പറയട്ടെ മുത്തു, നീ ഇതിന് ഉത്തരം പറയണം. മുത്തുവാടാ, ഇരിക്കണോടാ, ഇങ്ങോട്ടോ. നീ അങ്ങനെ സൈഡായിട്ട്, കാരണം ഇത് നിന്നോടുള്ള ഫ്രണ്ട്ഷിപ്പിന്റെ പേരിലാണ് ഞാൻ ഇത് കമ്മിറ്റ് ചെയ്യുന്നത്. ആണോ? എന്നിട്ട് നീ എന്തുകൊണ്ട് ഫുൾ ക്രൂവിനെ കൊണ്ടുവന്നില്ല? പ്രീതിയുടെ അച്ഛന്റെ ബർത്ത്ഡേ ആണ്. പ്രീതിന്റെ അച്ഛന്റെ ബർത്ത്ഡേ നമുക്ക് ഈടുന്നാക്കിക്കൂടെ? അല്ല, പ്രീതി കാരണം, പ്രീതി ഇല്ലാണ്ട് എങ്ങനെ ആണോ? നീ എന്തെങ്കിലും ലോ ആയിട്ട് സംസാരിക്കുന്നത്? ഇവനാണ് ഞാൻ കൊച്ചി കണ്ടതിൽ ഏറ്റവും വലിയ എക്സ്ട്രോവേർട്ട്. ഇവനെന്താ ഇപ്പൊ ഇങ്ങനെ? മുറയില് റോൾ ഉണ്ടല്ലേ, മുറയിൽ ലാസ്റ്റ് ഹീറോ ആയിരുന്നോ? മുറ അല്ല, കണ്ടിട്ട് 2 വർഷം, അതറിയ 2 വർഷം നമ്മള് മൂന്നാണ് ഒരുമിച്ച്. അത്ര ഡിഫറൻസ് ആയിട്ട് തോന്നി ഞങ്ങൾക്ക്. അപ്പം അല്ല, 2-3 വർഷമായോണ്ട് എനിക്ക് ഓർമ്മയില്ല. എനിക്ക് മുമ്പ് ആ ക്യാരക്ടർ ഒന്നും ഓർമ്മയില്ല. പക്ഷെ അതിലുണ്ട്, അതിൽ ലാസ്റ്റ് പ്രതികാരം ചെയ്യുന്ന സീനുകളല്ലേ, അതാണ്. ഫോർത്ത് പോയി കുട്ടീനെ കാണാനില്ല. കുട്ടി ഫാൻസാണ് ഇവിടെ. ചാറ്റ് മൊത്തത്തിൽ മൂവി മാർക്കറ്റിംഗ്. താങ്ക് യു 40 rupees സൂപ്പർ ചാറ്റ്. അർജുൻ അശോകൻ 144p. അതാരാ? പുള്ളിനായിരിക്കും. ആണോ?
ശരിയാ. അപ്പൊ എനിവേസ് ഗൈസ്, ഗൗരി ഗൗരിന്റെ അങ്ങനെ ഒരു ഇതും പറ്റി. ഈ ഞാനൊരു കാര്യം പറയട്ടെ, ഈ മേനെ പ്യാർക്കിയ എന്ന് പറയുന്ന മൂവിന്റെ ഒന്നിച്ചെന്നെ ഇറങ്ങിയ ഒരു പടമാണ് സാഹസം. അതിലുള്ള ക്രൂവിന്റെ പേരും കൂടി ഇതിന്റെ ഒന്നിച്ച് മിക്സ് ആക്കിയിട്ട് എനിക്ക് അയച്ചത് ഗൗരി ഈ ഞാൻ വായിക്കുമ്പോൾ പ്രീതി മുകുന്ദൻ, അർജു, ശ്രീകാന്ത് വെട്ടിയാർ, ഗൗരി ജി കിഷാൻ ഇങ്ങനെയുള്ളത്. ഇത് രണ്ട് മൂവിന്റെ ക്രൂവിന്റെ കാസ്റ്റ് മിക്സ് ആയി. അതാണ് ഗൗരിന്റെ പേര് അതിൽ വന്നുപോയത്. അത് മൈ മിസ്റ്റേക്ക്. പക്ഷെ എന്നാലും ബാക്കി ആരില്ലാത്ത എനിക്ക് ഇതായിപ്പോയി. എനിവേ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ട്? കമോൺ. സിനിമ കണ്ടവർക്ക് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ പ്രത്യേകിച്ച് ചോദ്യങ്ങളൊന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല. നമ്മള് പിന്നെ ആ ഒരു ഫ്ലോയില് പോവാന്ന് വിചാരിച്ചു. അപ്പൊ കുട്ടി ഭയങ്കര കുട്ടി എന്ത് പാവല്ലേ, ടെററാന്നട്ടോ ഇത്. ഈ മൂവിയിൽ ടെററായിട്ടുള്ള റിയൽ ലൈഫിൽ എന്ത് പാവല്ലേ ഗൈസ്. കുട്ടി ഡാൻസ് കളിക്കുന്നത്. അവിടെ പോയാ വന്ന വാടൻ ഇത് എന്തെന്തായത് വന്ന വാടന്റെ ഇവരെ ഇതാക്കാൻ നിങ്ങള് അങ്ങനത്തെ വർത്താനം പറയില്ല ബ്രോ. സെർച്ച് അബൌട്ട് എടാ ഇപ്പൊ നമ്മൾ മൂവിനെ കുറിച്ച് സംസാരിക്കാനാണ് നമ്മൾ നിൽക്കുന്നത്. ഓക്കെ, നമ്മളെ ബാക്കി ഇഷ്യൂസ് നിങ്ങൾ രാവിലത്തെ ഇഷ്യൂ ആണ്. നിങ്ങളെ പടം കാണാൻ വന്നിട്ട് പ്രശ്നമായിട്ടോ അടി കണ്ടോ? എന്താ അഭിപ്രായം? ഓൺലൈൻ മീഡിയാസിനെ കുറിച്ച് 2 വാക്ക്. ആടെ ക്യാമറ ഇല്ല, ആടെ ചുറ്റും 20 ക്യാമറ ഇല്ലേ. ക്യാമറ ഇല്ലെങ്കിൽ ഓന്റെ മൂക്കി അടിച്ച് പൊട്ടിക്കൂലേ. ഇത് ആടെ ക്യാമറ മുന്നിൽ അടിച്ച എന്താ സീൻ എന്താ വരാൻ പോകുന്നത്? ഞാൻ 10 കൊല്ലം പോയി കിടക്കേണ്ടി വരില്ലേ. ഞാനും പറ്റേ വേറൊരു സംഭവമുണ്ട്. ഈ നീലക്കുയിലിൽ ഒന്നിച്ചുള്ള വേറൊരു ഷാജാൻ ആയിഷല്ലേ, ചങ്ങായി ചിലപ്പോ ഇങ്ങോട്ട് വരാൻ സാധ്യതയുണ്ട്. ഇങ്ങോട്ട് ട്രസ് പാസ് ചെയ്യണം, നമുക്ക് ഇടിക്കാം. അത് ക്യാമറ ഉണ്ടെങ്കിലും ഇടിക്കാം. വീട്ടുകാരെ ആക്രമിച്ചെന്നുള്ള ഇതിൽ നമുക്ക് ഇടിക്കാം. അതിനെ ഞാൻ വെയിറ്റ് ചെയ്യുന്നു. അതിനെ ഇടിക്കാം. ഹെയർ കളർ ചേഞ്ച് ചെയ്യാറുണ്ടോ? അത് ഈ ഹെയർ കളർ ആണോ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഇത് നല്ലതല്ല. ചോദിക്കുന്നേ അല്ല, ഞാൻ ഇത് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര ആഗ്രഹം. ഹെയർ കളർ ഞാൻ നടനായോണ്ട് എനിക്ക് പറ്റത്തില്ല. ഒരു കണ്ടിന്യൂറ്റി പിടിക്കാനുണ്ട് എനിക്ക് ഹെയർ കളർ ഉണ്ട് ഭയങ്കര ആഗ്രഹം. ഇതിന്റെ പാട്ട് ഇറങ്ങുന്നുണ്ടോ? ഇങ്ങനെ ഒരു തെറ്റല്ല കാണിച്ചത്. പിന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്ന എന്തെങ്കിലും വന്നില്ലെങ്കിൽ കളർ അടിക്കാം. അല്ല നിങ്ങൾ മാറ്റാറുണ്ടോ? അത് ഈ കളറാണോ പിടിക്കുന്നത്? അല്ല, ഈ കളർ ഇതാണ് ഇഷ്ടം. പിടിക്കുന്നുണ്ടോ? ഒരു ഐഡിയ ഉണ്ടോ? വേണേ പിടിക്കാം. ബ്രോ പറയുന്നത് അങ്ങനല്ല, റെഡ് ഇതാവും. റെഡ് ഒരു മാതിരോ എനിക്ക് ആകെ. ഞാൻ ബാക്കിയെല്ലാം നോക്കി. എനിക്ക് ഈ കളറിലാണ്ട് വേറൊന്നും ചേരില്ല. ഇതോ ബ്ലാക്കോ ശരിക്കണോ? വെൽക്കം ഡ്രിങ്ക് എടാ ജാസ് സെറ്റാക്കും. റെസ്പെക്ട് എടാ. ഞാൻ കാല് കയറ്റി വെക്കുന്ന എടാ, നമ്മള് കംഫർട്ടബിൾ ആയിട്ടിരിക്കുന്ന കേട്ടോ. കാലിൽ കയറ്റി വെക്കുന്ന ഡിസ്റെസ്പെക്ട് ഒന്നും ഇല്ലല്ലോ. നിങ്ങൾ കംഫർട്ട് ആവട്ടോ. നിങ്ങൾ കാലിലും കയറ്റി വെച്ചിരുന്നു. അങ്ങനെ അതാണോ ഉദ്ദേശിച്ചത്? പടം കണ്ടിട്ടുള്ളവരൊന്നും അഭിപ്രായം പറയാം. ഓക്കെ, ഞാൻ എന്റെ ഓണസ്റ്റ് റിവ്യൂ പറയട്ടെ. ഓണസ്റ്റ് റിവ്യൂ ഞാൻ പറഞ്ഞ പടത്തില് കോമഡി ഉണ്ട്. അർജു, കുട്ടി, പിന്നെ അഷ്കറിൽ വന്നില്ലേ? വന്നില്ല. ഓൺ ദ വേയോ? അപ്പൊ ഇതിന്റെ ഇടയിൽ കയറി വരും. അപ്പൊ എനിക്ക് ഇതാകെ അരമണിക്കൂറേ ഉണ്ടോ. അതിന്റെ അപ്പേക്കും വന്നില്ലെങ്കിൽ പിന്നെ ഇത് തീരും. ഇന്നൊന്ന് ചോദിച്ചേ ഓൺ ദ വേ എന്ന് പറഞ്ഞാൽ എവിടെ എത്തിയെന്ന് ചോദിച്ചാൽ എടാ അഷ്കർ അലി ഉണ്ട് പടത്തിൽ. അതായത് നമ്മൾ ആസിഫ് അലിന്റെ അനിയനല്ലേ? ആസിഫ് അലിന്റെ അനിയനുണ്ട് പടത്തിൽ. ഗുഡ് മൂവി. ഓക്കെ, ഞാൻ പറയാം സൂപ്പർ മൂവി. എൽ മൂവി. ചില ആളെ എൽ മൂവി പറയുന്നുണ്ട്. അത് നോക്കട്ടെ. ഇവിടെ എല്ലാത്തിനും എല്ല് വരും. അത് നോക്കട്ടെ. ഇത്ര നല്ല സാധനത്തിന് ഇടക്കൊരു എല്ല് വരും. ഹോസ്പിറ്റലാ. ഞാൻ പറഞ്ഞു അഷ്കർ അലി, അർജു, കുട്ടികളുണ്ട്. കോമഡി നല്ല അടിപൊളിയായിട്ട് വർക്കൗട്ട് ആയത്. പിന്നെ അത്ര ഞാൻ ഓണസ്റ്റ് ഒരു പേരല്ല, അത്ര ഭയങ്കര പടം തന്നെ ഞാൻ പറയില്ല. പക്ഷെ കണ്ടിരിക്കാൻ പറ്റിയൊരു നല്ലൊരു ചിരിക്കാനുണ്ട്, മാസമുണ്ട്. അല്ല, ഒരു അടിപൊളി നല്ലൊരു പടം കുഴപ്പമൊന്നുമില്ല. ലാസ്റ്റ് പിന്നെ ഫുള്ള് തമിഴ് പടം പോലെ അല്ല. ലാസ്റ്റ് അരമണിക്കൂറല്ല, ഒരു മണിക്കൂറോളം ഇന്റർവെല്ലിന് ശേഷം പിന്നെ ഫുള്ള് ഒരു തമിഴ് പടം. അതായത് മലയാളം ഒറ്റ ഡയലോഗ് ഇല്ല അല്ല, ഫുള്ള് തമിഴ് അടി. ഫുള്ള് റെസ്പെക്ട് ജാസി എന്ന് പറഞ്ഞ എടുത്ത കുക്കാണ്. അതാണ് നിങ്ങൾക്ക് വെൽക്കം ഡ്രിങ്ക് ആയിരുന്നു. പക്ഷെ അവരവിടെ വയല് കയറിനോട്ടിട്ട് ഇരിക്കുക.
ഇതെന്താ നിങ്ങളെ ഇവിടെ ഇരിക്കുന്ന ജാസി പൊട്ടിച്ച ടി അല്ലേ ഇത് നിങ്ങളൊക്കെ ജോയിൻ ചെയ്യണോ? നിന്നെ അല്ല, നീ വാ ജോയിൻ ചെയ്ത്. വക്കീലല്ലേ സൈഡായിട്ടിരിക്കുന്നത്. ഉണ്ട് എല്ലാരും ഡബിൾ വിന്നോ എല്ലാം അറിയാലോ. നിങ്ങള് ലൈവ് ആണല്ലോ. മീഡിയം ലെവൽ. ഈ ഷൂട്ട് എന്ന് പറയുമ്പോ അങ്ങനെ ഫുൾ ടൈം ഉണ്ടാവോ? ഒഴിവ് സമയം കിട്ടും? ഞാൻ ഇതുവരെ സിനിമയിൽ കിട്ടും. അപ്പൊ ലെവലും കാണും. ഫ്രീ സമയം കിട്ടുമ്പോ എന്തായാലും കാണും. എന്റെ വലിയൊരു ആഗ്രഹം ഒരു സിനിമ നടനാകാന്നുള്ളതല്ലോ. ഒരു സൈഡ് റോൾ സൈഡ് റോൾ, പക്ഷെ നല്ല റോളായിരിക്കണം. നല്ല റോളായിരിക്കും. ഏത്? അത് വിജയ് ബാബു ആയിട്ട് അത് ഇതായിപ്പോയില്ലേ? 2 കൊല്ലം മുമ്പ്. പിന്നെ ആട് 3 ചിലപ്പോ എനിക്കൊരു എന്തെങ്കിലും ഒരു സാധനം കിട്ടുമെന്ന് പറഞ്ഞു. സൈഡ് കിട്ടാൻ സാധ്യത ഉണ്ടെന്ന് വിജയ് ബാബു സാർ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും കൺസിഡർ ചെയ്യാം. എന്തായാലും ഒരു ഇത് നോക്കാം. ഇപ്പം പാസ്റ്റിന്റെ എന്തോന്ന് ഷൂട്ടല്ല, ഫ്യൂച്ചറാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രസന്റ് ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ നോക്കട്ടെ, ഒരു സാധനം മനസ്സിൽ വെച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ കിട്ടി പറയാൻ പറ്റില്ല. പക്ഷെ എന്തായാലും എൻ്റെ ഒരു ഭയങ്കര ഡ്രീമാണ്. നിങ്ങളെന്തായാലും ആ ഡ്രീമെല്ലാം ഫുൾഫിൽ ചെയ്തിരിക്കുന്നത്. ഇതിൽ ആദ്യമായിട്ട് പടത്തിൽ അഭിനയിക്കുന്ന ആരാ? നിങ്ങളാ? നിങ്ങൾ അടിപൊളിയായിട്ട് ചെയ്തോട്ടോ. നിങ്ങൾ ആദ്യമായിട്ടാന്ന് പറയില്ല കേട്ടോ. എന്തേലും ഇതിലെ പേര് റാംബോ നേരല്ലേ? എന്ത് റിയാക്ട് ചെയ്തു? ആണോ? കോൾ പ്രീതി എന്ന് പറയും. പ്രീതിന്റെ നമ്പർ ഉണ്ടോ? വീഡിയോ കോൾ ചെയ്യാൻ പറ്റും? വീഡിയോ കോൾ ചെയ്യാം. ഞാൻ മെസ്സേജ് റിപ്ലൈ ആവുന്നില്ലോ. ആന്ന് ഞാൻ ഈ പടലിൽ ഇറങ്ങുന്നതിന് മുമ്പ് ആസൻ കൂടെ ഇറങ്ങിയ സമയത്ത് ഞങ്ങൾക്ക് മെസ്സേജ് നമ്പർ ഇല്ലെന്ന്. അല്ലെ വേണ്ടല്ലോ, ബുദ്ധിമുട്ടിക്കണ്ട. ഇല്ലല്ല, എടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ചോദിക്കാം. എന്തായാലും ആൾക്കാരെല്ലാരോടും ഞാൻ പ്രീതി വരുന്നുണ്ടെന്നെല്ലാം പറഞ്ഞു തന്നല്ലേ. ഞാനും വിചാരിച്ച ഓളിന്ന് വരുന്ന പുറത്തോളുണ്ടെന്നാ ഞാൻ വിചാരിച്ചത്. പിന്നെ മുത്ത് പറയുമ്പോ അറിയുന്നത് ഇല്ല. ഭയങ്കര വീഡിയോ കോൾ പ്രീതി 3 പേര്. 3 പേരെന്നല്ല, അർജു വരാത്തത് എനിക്ക് ഭയങ്കര കേട്ടാ. പ്രീതി ഓക്കെ, പ്രീതിക്ക് എന്തോ അച്ഛന്റെ ബർത്ത്ഡേ ഉണ്ടെന്ന് പറഞ്ഞോണ്ട് പോട്ടെ, പ്രീതിക്ക് ഒരു റീസൺ. അർജു വരാത്തത് മുത്തേ എനിക്ക് കേട്ടായി. ഞാൻ കാര്യം പറയാലോ, അർജു ലൈവ് കാണുന്നുണ്ടെങ്കിൽ എന്തായാലും കാണുന്നുണ്ടാവും. അല്ല പടം അവന്റെ സ്വന്തം പടല്ലേ, എന്തായാലും ഇത് കാണുന്നുണ്ട്. അർജു എനിക്ക് ഭയങ്കര വിഷമായി പോയി. കാര്യം പറയാം എനിക്ക് വന്ന അർജുനെ ഞാൻ ലാസ്റ്റ് എന്റെ ലൈവിൽ അർജു വന്നത് നമ്മളൊരു ഫുട്ബോൾ മാച്ച് കളിക്കുമ്പോ അർജു എന്റെ എതിർ ടീമും ഞാൻ അവന്റെ എതിർ ടീമായിട്ട്. എന്നിട്ട് നമ്മള് ഓരോ ടീമിനെ തോപ്പിച്ചിട്ട് ഞാൻ അവന് ഊക്കുന്നുണ്ട്. എനക്ക് വന്ന് ലൈവിൽ വരാത്തത് ഊക്ക് കിട്ടുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും. അർജു ലൈവിൽ വരാത്തത് ഊക്ക് കിട്ടുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും മിക്കവാറും. ഒരു 99% എന്ത് ആര് തള്ളല്ല കാര്യം. വീട്ടിൽ മുതുക്ക് കളവില് 6 മണിക്ക് മുമ്പ് വീട്ടിൽ കയറണതാ. പിന്നെ അവിടെ ഇല്ല. അപ്പൊ അവരെ പേരൻസിനെ കാണിക്കാൻ വേണ്ടി അവരെ എടുക്കാൻ വേണ്ടി പോയതാണ്. ആലപ്പുഴ എന്നടാ കോൾ അർജു, കോൾ പ്രീതിനെ വിളിക്കാൻ എന്തെങ്കിലും പരിപാടി ഉണ്ടാന്ന് നോക്കണം. വിളിച്ചോടാ. അല്ല അർജുന്റെ നമ്പർ എന്തെങ്കിലും ഉണ്ടാവുമ്പോ നോക്കട്ടെ. എന്തേലും സോറി ഞാൻ സൂപ്പർ ചാറ്റിന്റെ സൗണ്ട് നോക്കാം. സോറി മൈ ബാഡ്. ബിഗ് ഷൗട്ട് ഔട്ട് സാസിഫ് ആൻഡ് ഷിഫാസ് ലവ് ഫ്രം കൊല്ലം നടന്നുണ്ട്. സാസിഫ് ആൻഡ് ഷിഫാസ് നിങ്ങൾ അതിൽ എന്ത് ക്യാരക്ടർ ആയിരുന്നു? ആ ഫൈറ്റിന്റെ ആണോ? അല്ല ഇവൻ ത്രൂ ഔട്ട് ഉണ്ടായില്ല. ആ കള്ളൂടി കമ്പനിയില്. ഞാൻ പടത്തിന് വരുമ്പോ ഞാൻ കേറുമ്പോ കൊറേ ലേറ്റ് ആയി പോയി. റാഷ് 20 ബിഗ് ഷൗട്ട് ഔട്ട് താസിഫ്. ഇതെന്താ 2 പ്രാവശ്യം ബിഗ് ഷൗട്ട് ഔട്ട്? ഇതാരാ നിങ്ങളെ കട്ട സപ്പോർട്ടറാന്നല്ലേ ഈ ജോഷിൻ ജോയ് ഫ്രാൻസിസ് ബ്രോ? കുട്ടിയിട്ടെ ഈ കോലം കാണാൻ പറ്റുന്നില്ല. അതെന്താ ഈ കോലം കാണാൻ പറ്റുന്നില്ല? എന്താ കോലത്തിന് എന്താ കുഴപ്പം? അവസരത്തിനൊന്നുണ്ടാ? മല്ലൂസ് കേരള വീഡിയോ കോൾ അർജു ആൻഡ് ശ്രീകാന്ത് വെട്ടിയാർ. ഇതൊക്കെ അർജുന്റെ നമ്പർ എന്തെങ്കിലും ഉണ്ട് എന്നാണ് എന്റെ ഒരു ഓർമ്മ. നോക്കട്ടെ.
ഇന്നലെ സ്വപ്ന ഇതെന്തോ ഇത് അർജുന റാംബോ ആംഗ്രിയോ അല്ലെ റാംബോ ആംഗ്രി ഏത് അർജുന വിളിക്കാൻ നോക്കടാ. ചിരിച്ചിട്ടില്ലേ അതിന്റെ നമ്പറില്ല. നീലക്കുയിൽ എന്തേനോ നീലക്കുയിൽ വാച്ചിൽ കാണുന്നുണ്ടോ മിക്കവാറും സൂപ്പർ ചാറ്റ്. നീലക്കുയിൽ എന്ന് പറഞ്ഞാൽ 1000 രൂപ സൂപ്പർ ചാറ്റ് ഇട്ട് ഉക്ക് വാങ്ങുന്നൊരു അറിയാം. തന്തക്ക് വിളിയൊക്കെ അതായത് ആലോചിച്ച് നോക്കണം. 1000 രൂപ അങ്ങോട്ട് കൊടുത്തിട്ട് ഒരു തന്തക്ക് വിളി വാങ്ങുന്ന ആലോചിച്ച് നോക്കിയോ. ഇതാ നീലക്കുയിലിന്റെ അവസ്ഥ. പൈസ അങ്ങോട്ട് കൊടുത്തിട്ട് തന്തക്ക് വിളി വാങ്ങും. അതിലൊരു ഉന്മാദം കണ്ടെത്തുകയും ചെയ്യും. WTOP എന്റെ ഹീറോ എന്നുണ്ട്. ഹീറോക്ക് എന്ത് മീഡിയാസിന്റെ അറിയില്ല, കാര്യങ്ങൾ അറിയില്ല. ഇവന്മാര് വെറുതെ ചൊറിയാൻ വരും. അതുകൊണ്ട് നമുക്ക് മൂവിനെ കുറിച്ച് സംസാരിക്കാം. പിന്നെ മെയിൻ എടുത്ത് പറയണ്ട, നിങ്ങളൊന്ന് സംസാരിക്കാത്ത നിങ്ങളെ മൂവിന്റെ കാര്യങ്ങളിൽ നിങ്ങളെന്താ മൊത്തത്തില് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാ ക്യാമിയോ ലാസ്റ്റ് വരെ ഇല്ലാണ്ട് ലാസ്റ്റ് പെട്ടെന്ന് തിയേറ്റർ മൊത്തം കയ്യടി ഇതുമായി പോയി. പെപ്പേന്റെ ഒരു ക്യാമിയോ ഉണ്ട്, മുത്തേ സീന ഒരു ഫുൾ ശരിയായ BGM ഇട്ടൊരു വരവുണ്ട്. പെപ്പ നമ്മളെ ആന്റണി പെപ്പേന്റെ ഒരു ശരിയായ ക്യാമിയോ റോളുണ്ട്. അത് ഡബിൾ ചെയ്തു. മുറയിലെ പയ്യൻ സംസാരിക്കാനാ പറയുന്നത്. മുറ സ്പാം ചെയ്തിട്ടുണ്ട്. നമ്മുടെ മെയിനെ പേർക്കത് എന്ത് മുറയെ പറ്റി സംസാരിക്കും അല്ല, അങ്ങനെ മുറയെ പറ്റിയല്ല. എന്താ പറയാ, ഹാപ്പിയാണ് ഭയങ്കര ഹാപ്പി. ഇവിടെ നിൽക്കുന്നതിൽ ഭയങ്കര ഹാപ്പിയാണ്. W ആക്ട് എന്ന് പറയുന്നത്. ഓ താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. സ്പോയിലർ അല്ല എടാ, സ്പോയിലർ ലീക്ക് അല്ല, അത് പോസ്റ്റർ ഇറങ്ങിയില്ലേ എടാ. പോസ്റ്റർ ഉണ്ടോ മൂവിന്റെ പോസ്റ്ററിൽ പെപ്പേന്റെ മുഖമുണ്ട്. പിന്നെ എങ്ങനെ അത് സ്പോയിലർ ആവും? സ്പോയിലർ അല്ല ചാറ്റ്. എടാ അത് എന്നോട് എടുത്ത് പറയാൻ പറഞ്ഞ കാര്യം, ഇതിന്റെ പ്രൊഡ്യൂസർ എടുത്ത് പറയാൻ പറഞ്ഞ കാര്യമാണ് അത്. പെപ്പേന്റെ എങ്ങനെ സ്പോയിലർ ആവും? സ്പോയിലർ അല്ല. കിട്ടിയിട്ടുണ്ട്. പിന്നെ സ്പോയിലർ ആവില്ലല്ലോ. പറഞ്ഞില്ലേ പടം കഴിഞ്ഞതിന് ശേഷം പോസ്റ്റർ ഇട്ടത്, റിവീൽ ചെയ്തത് ലീക്ക് ആയതാ. ഇതാ പോസ്റ്റർ പെപ്പെ എൻമേനെ പ്യാർ കിയ. മോനെ സ്പോയിലർ ഒന്നും സ്പാം ചെയ്യില്ല. വിട്ടുപിടി. കുട്ടി സംസാരിക്കാൻ ടെൻഷൻ ഉള്ള പോലെതാ. ആണോ? അല്ല ഇവിടെ ഒരു മെയിൻ സാധനമുണ്ട്. ഒരാൾ ഇരിക്കുന്നുണ്ട്. മുത്ത പട്ടത്തിലെ ടററിന് അങ്ങേ അറ്റാന്ന് ഈ ചങ്ങായി വന്നല്ലോ. നീ അത് പിന്നെ വീണ്ടും വന്ന് വെല്ലുവിളിയോ? മനസ്സിലായില്ല. വീണ്ടും വെല്ലുവിളിയോ? അവിടെ സൂപ്പർ ചാറ്റ് തീർക്കണം എന്നൊക്കെ കമന്റ്. എല്ലാവരും അണ്ടമാനിലേക്ക് ക്വസ്റ്റ്യൻസ് സൂപ്പർ ശരിയോ? ക്വസ്റ്റ്യൻസ് സംസാരിക്കാനുള്ള സൂപ്പർ ശരി. ഞാൻ സൗണ്ട് നീലക്കുയിൽ റീൽ ഇറക്കിയ പേജ് കണ്ടു. ഞാൻ റീൽ ഇറക്കിയെന്ന് പറഞ്ഞാൽ ഞാനല്ലേ ആ റീലുള്ളത്. പിന്നെ ഞാനത് കാണാൻ നിൽക്കുവോ? Pepe WTOP kicked the ass of നീലക്കുയിൽ. ആന്റണി സെബാസ്റ്റ്യൻ. അല്ല. Thank you for the £5 super chat. ആട് 3 സ്പോയിലറോ? ആട് 3 സ്പോയിലർ അതിലെന്താ സ്പോയിലർ? അതിലല്ല എങ്ങനെ പറയാൻ പോയേ റോള് പോയി. റോളാ സിനിമാക്കാരെ കണ്ട സ്ഥിതിക്ക് സിനിമാ വിശേഷം പങ്കുവെക്കാന്ന് വിചാരിച്ചതാ. എടാ അന്ന് ഇതേപോലെ വിജയബാബു സാറിന്റെ വേറൊരു സാധനം എനിക്ക് ക്യാൻസൽ ആയത്. ഇതും കൂടി ക്യാൻസൽ ആവര്. ആറ്റുനോറ്റ് കിട്ടിയ ഒരു സംഭവം ലോട്ട മുത്തു ഫയർ. അത് സർപ്രൈസ് റോള് മാറ്റാൻ, സർപ്രൈസ് അല്ലാത്ത റോളാക്കാൻ പറയാം. സത്യം വരുമെന്ന് അറിയാലോ. അല്ല അതെനിക്ക് ഉറപ്പില്ല. മീൻസ് എന്നോട് ഉറപ്പൊന്നും പറ്റില്ല. എന്നോട് നോക്കാം, ഞാൻ തലയിൽ അങ്ങനെ ഒരു സാധനം വെച്ചിട്ടുണ്ട്, അങ്ങനത്തെ ഒരു ഇത് ഞാൻ എന്തായാലും വിളിക്കാം, അങ്ങനെ പറഞ്ഞത് മനസ്സിലാവും. അതായത്
അല്ല ഓഡിയോ അല്ല വേണ്ടല്ലേ ലീക്ക് ആക്കണ്ട. സ്റ്റാർട്ട്. ടൈം ട്രാവൽ സ്പോയിലോ? ടൈം ട്രാവൽ സ്പോയിലോ? അതെ, ടൈം ട്രാവലോ? പഴയ കാലങ്ങളിൽ ഇപ്പൊ ഷൂട്ട് അല്ല അത് ഫ്ലാഷ് ബാക്ക്. ടൈം ട്രാവൽ ഒന്നായിട്ട് ബന്ധമില്ല. ടൈം ട്രാവലായിട്ട് ബന്ധമില്ല. അത് ഫ്ലാഷ് ബാക്ക് ഇല്ലേ? ഫ്ലാഷ് ബാക്കിൽ പാസ്റ്റും ഇതും കാണിക്കുമല്ലോ. അല്ല Nila Kujil Polayadi Makale. ഓക്കെ ഓക്കെ ഓക്കെ. അങ്ങനെ എന്തോ പറഞ്ഞു. ഇതെന്താ നിങ്ങൾ മൊത്തം സ്പോയിലർ ലീക്ക് എല്ല് ഇതെന്തെന്നാ? ജെംസ് കോളേജ് നമ്മള് കഴിഞ്ഞ് ഇടിയായി തോന്നുന്നു. ജെംസ് കോളേജിൽ നിങ്ങൾ പോയാ? എപ്പോ പോയി? 2 ദിവസം ഹെലികോപ്റ്റർ ഒക്കെ വന്നിറങ്ങി. ആ ദിവസം നിങ്ങൾ പോയിരുന്നാ? Shahjahan said ready for boxing. ഷാജഹാൻ സെഡ് റെഡി ഫോർ ബോക്സ്. ആ വീഡിയോ ഞാൻ കണ്ട. അടി ഇതല്ലേ ഞാൻ കയറട്ടെ. ഈ നീലക്കോല് ഷാജഹാൻ ലാസ്റ്റ്. ഓക്കെ, ഇതിപ്പോ നമ്മള് മൂവി പ്രൊമോഷൻ നൈറ്റ് ആണ്. ഓക്കെ, അപ്പൊ മൂവിനെ കുറിച്ച് നമ്മൾ സംസാരിക്കാം. ഇതിന്റെ ഇടയിൽ ഈ വാഴ കേസ് ഒന്നും പറയാല്ല. അതല്ല ലാസ്റ്റ്. ഓക്കെ, എനിവേസ് ഗൈസ് പറയോ, നിങ്ങളെ എക്സ്പീരിയൻസ് പറയോ, നിങ്ങളെ സിനിമയെ കുറിച്ച് പറയോ. കുഞ്ഞാലി എന്ന് പറഞ്ഞുകൊണ്ടോ എന്താ നിങ്ങളാണെന്ന സൈഡിൽ സംസാരം? അല്ല ഈ സമയത്ത് അത് നമുക്ക് ചർച്ച ചെയ്യണോ അതിനെ കുറിച്ചല്ലോ? ഇതില് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഈ മൂവിക്കല്ലേ അല്ലെ? അങ്ങനല്ലേ? അപ്പൊ അതിനെ കുറിച്ച് സംസാരിക്കും. നിങ്ങൾ എന്താ പ്രതികരിക്കുന്നത്? അഭിനയിച്ചല്ല സീനിയർ ആയിട്ടാലേ ഇവിടെ ഏറ്റവും സീനിയർ ആയിട്ട് കിട്ടിയാലേ ആണോ? അല്ലേ? ആണ് ഫാസ്റ്റ് ഫാസ്റ്റിലെല്ലാം കൂടെ അഭിനയിച്ച 1 വർഷം മുതൽ അല്ലേ? ഭയങ്കര കുട്ടീനെ ഭയങ്കര രസമാണ്. ആണോ? കാര്യങ്ങളൊക്കെ പഠിക്കാനും ഹിപ്സ്റ്റർ ആളെങ്ങനെ ആണ് നമ്മുടെ മുത്തന്നെ. കാര്യം പറ, നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് പറ, ഉള്ളതായിട്ട് ഉള്ളതായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ അയൽപക്കത്തുള്ളതിന് പനിയാണ്. ആൾക്കാരോ? അല്ലല്ല, മീൻസ് അതുപോലെയാണ് നമുക്ക്. അങ്ങനെ എല്ലാ കാര്യങ്ങളും കൂടെ നിൽക്കും. എന്റെ റോള് ചെയ്യാനുള്ളവര് ആദ്യം ഏത് ഈ വേണ്ടെന്ന് പറഞ്ഞു. വേണ്ടെന്ന് പറഞ്ഞോ? എന്തിനാ വേണ്ടെന്ന് പറഞ്ഞേ? കമ്മിറ്റ്മെന്റ്സ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് പരിപാടിയുണ്ട്. അത് വേറെ ടോപ്പിക്. അടുത്ത പടം അതറിയില്ലാണ് ഞാൻ. അല്ല ഹിപ്സ്റ്ററിൽ എന്നെ പോലെ ഗെയിം കളിച്ച് നടന്നല്ലേ സിനിമയൊക്കെ അല്ല നമ്മുടെ കഥ കിടക്കാം. ഇതെന്താ എപ്പോഴത്തേക്ക് മേലെ പ്യാർ കിയ ടീം. വാട്ട് അബൌട്ട് അനദർ റിലീസസ്? എനിക്ക് മനസ്സിലായില്ല. അടുത്ത പടമായിരിക്കും. അടുത്ത പടത്തിലേക്ക് വന്നു. അതെ ബ്രോ, അങ്ങനെ സെൽഫ് ഇൻട്രൊഡക്ഷൻ. എല്ലാരും സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യട്ടെ. ഇൻട്രൊഡ്യൂസ് ചെയ്യും. നായകൻ ഇൻട്രൊഡ്യൂസ് ചെയ്യട്ടെ ആദ്യം. ഹൃദു ഹാറൂൺ എന്നാണ് എന്റെ പേര്. ഓക്കെ, അറിയാലോ, കുട്ടി അറിയാലോ. മിഥുട്ടി മിഥുൻ എന്നാണ് എന്റെ പേര്. ആവേശത്തിന് ചെറിയ വേഷം. കുട്ടി റാംബോ എന്ന് പറയപ്പെടും. റാംബോ മൂവിയിലെ പേര്. പിന്നെ ഇത് ഞാൻ മുസ്തഫ സർഗം. സർഗമോ? സർഗം. അതെ, മുസ്തഫ സർഗം. പേര് വെറൈറ്റി പേര്. അതായത് ഞങ്ങളുടെ ഒരു നാടക ടീമൊക്കെ ഉണ്ട്, അതിന്റെ ഒരു പേരാണ് സർഗം. അഖിൽ ചന്ദ്രൻ എന്നാണ് പേര്. കണ്ണൂരാണ് കേട്ടോ. തലശ്ശേരി. മൂവിയിലെ ക്യാരക്ടർ നെയിം സദാചാരം. അല്ല, സീൻ കണ്ടപ്പോ അടിപൊളിയാണ്. അടുത്ത ആള് കൂട്ടത്തില് ഏറ്റവും ലുക്ക് അല്ല, ഏറ്റവും ലുക്ക് അല്ല, ഏറ്റവും ലുക്ക് നമ്മുടെ. അല്ല ഇത് ഈ ലുക്കാണ്. അല്ല, അത് രണ്ടാമത്. അല്ല, നായകനെ സൈഡാക്കിട്ട് ലുക്ക് തന്നെ. അത് ഞാൻ സമ്മതിച്ചു. അല്ല ലുക്ക് നമ്മളെ വില്ലനെ പോലെ ക്യാപ്പ് പോരാൻ പറ്റും ബുദ്ധിമുട്ടില്ലെങ്കിൽ. എന്റെ മോനെ, നിങ്ങളുടെ ടാറ്റു റിയലാ? കാണിക്കാൻ പറ്റുമോ? എനിവേസ് ഗൈസ് ആസ്ക് അബൌട്ട് ഷൂട്ടിംഗ് എക്സ്പീരിയൻസ്. എവിടെയായിരുന്നു ഷൂട്ടിംഗ്? എവിടെയായിരുന്നു?
ചങ്ങനാശ്ശേരി മധുര. അല്ല, ഞാൻ ഇത് ബൂസ്റ്റർ ചായ ഒക്കെ കണ്ടു സിനിമയില്, കൊച്ചിയിലുള്ള വില്ലൻ മാസ് തന്നെ, ബിഗ് ഫാൻ ഓഫ് യു. താങ്ക് യു ബ്രോ, താങ്ക് യു. ഇറ്റ്സ് മൈ ബർത്ത്ഡേ ഓൺ സെപ്റ്റംബർ 11. വിഷ് മീ വൈഭവ്. ഹാപ്പി ബർത്ത്ഡേ വൈഭവ്. സെപ്റ്റംബർ 11 ഹാപ്പി ബർത്ത്ഡേ വൈഭവ്. ഓ, വൈഭവിന്റെ ഒരു ഭാഗ്യം നോക്കിയാ ഇവിടെ സിനിമക്കാർ മൊത്തം ഇരുന്ന് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞു. നല്ല കറക്റ്റ് സമയത്ത് ബർത്ത്ഡേ വിഷയം പറയും ചെയ്തട്ടാ. എന്തുകൊണ്ട് ഈ മൂവി കാണണം എന്ന് ചോദിക്കുന്നുണ്ട്. ഒരാൾ നല്ല കിടിലം പോലെ ഒരു പറഞ്ഞ സംസാരിക്കാൻ അറിയുന്ന ആളുകളെ എന്തുകൊണ്ട് ഞങ്ങൾ ഈ മൂവി കാണണം എന്ന് ചോദിക്കുന്നുണ്ട്. റൊമാൻസ് ഞാൻ പറയാം. എല്ലാം കൂടെ ചേർന്ന് നമ്മൾ കുറെ പുതുമുഖങ്ങളുണ്ട് അഭിനയിച്ചിട്ട്. അപ്പൊ സപ്പോർട്ട് നല്ല പോലെ വേണം. അത് തന്നെ എല്ലാവരും പല രീതിയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ നമ്മളെ ഇതിന് ഒരുപാട് ഓണത്തിന് ഒരുപാട് പടങ്ങൾ ഇറങ്ങുന്നുണ്ട്. അതിന്റെ കൂടെ നമ്മളെ പടം എന്ന് പറഞ്ഞാൽ ചെറിയ പടമാണ്. കുറെ അബി ആണെങ്കിലും ഞാനാണെങ്കിലും നല്ലൊരു റോളിലേക്ക് വന്നൊരു മൂവിയാണ്. അപ്പം ഫൈസൽ എന്ന് പറഞ്ഞ ഡയറക്ടർ പുതിയ ഡയറക്ടറാണ്. മാക്സിമം നമുക്ക് സപ്പോർട്ട് വേണം. അല്ല, അതിലുള്ള കണ്ടന്റിനെ കുറിച്ച് ചോദിക്കുന്നത്. അതായത് എന്തുകൊണ്ട് നമ്മൾ ഈ മൂവി കാണണം. അതായത് കോളേജ് പിള്ളേർ, അങ്ങനത്തെ പിള്ളേർക്ക് പറ്റിയൊരു പടമാണ് ഇത്. റൊമാൻസ് ഉണ്ട്, കോമഡി ഉണ്ട്, മാസ് ഉണ്ട്, ഫൈറ്റ് ഉണ്ട്, ഇടിയുണ്ട്, നല്ല ഒരിപ്പൻ ഇടിയുണ്ട്. അങ്ങനെ വലിയ ബിഗ് ബഡ്ജറ്റ് പടം അങ്ങനെ പറയില്ല. ഞാൻ കാര്യം പറയാം, അങ്ങനെ വലിയ പടം ഒന്നല്ല, ഒരു ചെറിയ പടം. അല്ല, ഒരു ചെറിയ പടം, പക്ഷെ ഒരു നല്ല ആർക്കുണ്ടാവും. ബാക്കി മുസ്തഫ പറയും. എക്സാം ഒക്കെ കഴിഞ്ഞ് വന്നിക്കണ മക്കൾക്ക് ടെൻഷൻ ഫ്രീ ആയിട്ടിരുന്ന് പടം കണ്ട് ചിരിച്ച് എൻജോയ് ചെയ്യാം. അതെ. ഓ, അർജു വരണമായിരുന്നു പോലെ. അർജുവിന്റെ കുറെ കോമഡി സീനുണ്ട് കേട്ടോ. ഇതിൽ കാര്യം പറയാ. 29 എന്താ റിവീലായോ? 29 റിവീലായി. ഈ നിഖിൽ കെ അതിന് ശേഷം കണ്ടില്ല കേട്ടോ. നിഖിൽ കെ ലൈവ് കാണുന്നുണ്ടെങ്കിൽ 29 എന്താണെന്നൊന്ന് എത്രയും പെട്ടെന്ന് റിവീൽ ചെയ്യേണ്ടതാണ്. ഓൾ വി ഇമാജിൻ ഈസ് ലൈറ്റ് അങ്ങനെ പറഞ്ഞാ ശരിക്കും ഞാൻ നിങ്ങൾ അറിഞ്ഞത് വിചാരിച്ചു ബ്രോ. കാണണം കേട്ടോ അത്. ഓൾ ഇമാജിൻ ലൈറ്റ് ഷോർട്ട് ഫിലിം ആണോ? ഇല്ലല്ലോ, ഫീച്ചർ ഫിലിം. കഴിഞ്ഞ വർഷം ഇറങ്ങിയതാ. ആണോ? മലയാളം തന്നെ. ക്യാൻസൽ അടിച്ച പടം അത്. അങ്ങനെ കാൻ ഫിലിം ഫെസ്റ്റിവലേ അടിച്ച ഫസ്റ്റ് ഇന്ത്യൻ ഫിലിം. നിങ്ങൾ കാണുട്ടോ, ഭയങ്കര രസമുള്ള ഫിലിം. സമയം കിട്ടുമ്പോ. എന്നിട്ട് നമ്മളെന്താ പറഞ്ഞത്? എന്തിനീ മൂവി കാണണം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞോണ്ടത്. ഇതിന്റെ ഉത്തരം പറഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അതിന്റെ ഉത്തരം നായകൻ തന്നെ പറയും. എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പടമാണ്. നമ്മൾ മാക്സിമം റിലേറ്റബിൾ ആയിട്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ നോക്കിയ പടം. പിന്നെ കംപ്ലീറ്റ് പാക്കേജ് ആണ്. ആക്ഷൻ ലവ് എല്ലാം ഉണ്ട്. I am asking to the person, question വന്നിട്ടുണ്ട്. I am asking to the person you act in the Mura movie. How do you see your up and down? Why did you choose this movie apart from this character? Which another character would you choose from this character? Oh my God, VSI. ഇതാണ് ചോദ്യം. നല്ല ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് ഇതില്. ചാറ്റിനെ കൊണ്ടുള്ള ഒരു ഉപകാരം ഇതാണ്. അല്ലെ വേറെ നിങ്ങൾ കുറെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തില്ലേ? ഇതൊരു വെറൈറ്റി പരിപാടിയില്ലേ? ലൈവ് ഇന്റർവ്യൂ നൈസ് പരിപാടില്ല. കാരണം സ്പോട്ടില് ഈ ചാറ്റില്, അതായത് ഇതിലെ ക്വസ്റ്റ്യൻസ് ഒന്നും മുന്നേ പ്രിപ്പയർ ചെയ്തതല്ല. സ്പോട്ടിൽ സ്പോണ്ടേനിയസ് ആയിട്ട് ആൾക്കാർ ചോദിക്കുന്നത്. ജെന്യുവിൻ ആണ്, ഓണസ്റ്റ് പരിപാടിയാണ്, നല്ല പരിപാടിയാണ്. അപ്പൊ ചോദ്യം, ഫേവറേറ്റ് ക്യാരക്ടർ. Why did you choose this movie? ഇതിലെ വേറൊരു ക്യാരക്ടർ ചൂസ് ചെയ്യണമെങ്കിൽ ഏത് ചൂസ് ചെയ്യും? അതാ ചോദിച്ചത്. എനിക്ക് ഭയങ്കര പാഷനാണ് ഇതില്. അപ്പൊ എനിക്ക് ഇനിയുള്ള ക്യാരക്ടർ, എനിക്ക് കുറെ ക്യാരക്ടർ പിടിക്കുന്നതാണ് എന്റെ ആഗ്രഹം. ഐ വോണ്ട് ടു ട്രൈ എക്സ്പ്ലോർ കുറെ ഡിഫറെന്റ് ക്യാരക്ടേഴ്സ്. എനിക്ക് ഹീറോ മാത്രമായിട്ട് പിടിക്കാൻ താല്പര്യമില്ല ആക്ച്വലി. എനിക്ക് കുറെ പല ക്യാരക്ടേഴ്സ്, അങ്ങനല്ല പല ക്യാരക്ടേഴ്സും എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കമേഴ്ഷ്യൽ അല്ലാതെ മാത്രമല്ലാതെ വേറെ കുറെ എനിക്ക് കമേഴ്ഷ്യലും പിടിക്കുക, എല്ലാം പിടിച്ച് എക്സ്പ്ലോർ ചെയ്ത് പോകാനുണ്ട്. പിന്നെ പ്രീതിയായിട്ടുള്ള എക്സ്പീരിയൻസ് പറ. പ്രീതിയായിട്ടുള്ള ലവ് സ്റ്റോറി ആണല്ലോ പടം മൊത്തം. അപ്പൊ എങ്ങനെ ആക്ട് ചെയ്യുമ്പോ, എങ്ങനെ ഈ ലവ് സീനല്ല ആക്ട് ചെയ്യുമ്പോ എങ്ങനെയാ നീന്റെ ഒരു ഇത്? നമ്മൾ ഈ ഐ കോണ്ടാക്ട് വെച്ച് ഇതെല്ലാം പറയണ്ട. അപ്പൊ എങ്ങനെയാ പ്രീതിനെ പോലെ ഒരാളെല്ലാം മുന്നിൽ നിന്ന് സംസാരിക്കുമ്പോ എങ്ങനെയാ? ഞാൻ വീണു പോയി. എനിക്ക് പറ്റിയ സെക്കൻഡ് ഡേ ഒക്കെ ഞാൻ വീണു പോയി. അത്രയും, കാരണം
വെരി ബ്യൂട്ടിഫുൾ, അടിപൊളി പെരുമാറ്റമാണ്, ഭയങ്കര പേഴ്സൺ, അടിപൊളി ആളാണ്, ബ്യൂട്ടി, നല്ല സ്വഭാവം, നല്ല ടാലന്റ് ആണ്, അടിപൊളി ആർട്ടിസ്റ്റ്. രാവിലെ തിയേറ്ററിൽ ഉണ്ടായിരുന്നോ? ഫ്രണ്ടിലത്തെ സീറ്റിലായിരുന്നു. എടാ ഞാൻ എന്താ വിചാരിച്ചറിയോ, എന്തായാലും പ്രീതി ഞാൻ എന്നോട് പറഞ്ഞാരോ ഫ്രണ്ടിലെ റോലുണ്ട് പോയി ഇത് പരിചയപ്പെടാൻ പറഞ്ഞു. ഞാൻ എന്താ വിചാരിച്ചറിയോ, എന്തായാലും രാത്രി മൂവി ഇന്റർവ്യൂക്ക് വരും, അപ്പൊ എന്റെ ആ റിയാക്ഷൻ അവിടെ കളയണ്ട, ആ ഫസ്റ്റ് ഇന്ററാക്ഷൻ, ആ ഫസ്റ്റ് ഇംപ്രഷൻ അവിടെ കളയണ്ട, ലൈവില് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പരിചയപ്പെടാം. അങ്ങനെ ഒരു ഇതിലാണ് ഞാൻ വെയിറ്റ് ചെയ്ത് നിന്ന്. ഞാൻ പോയി പരിചയപ്പെടാൻ ഒന്നും നിന്നില്ല, ഞാൻ കാണുകയും ചെയ്തില്ല, ഞാൻ മുഖം പോലും കണ്ടില്ല. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പരിചയപ്പെടുന്നത്. ജസ്റ്റ് മിസ്. ശരിയാക്കാം. മൂവിയുടെ സക്സസ് സെലിബ്രേഷൻ എന്തായാലും സെറ്റ് ചെയ്യാം. അപ്പൊ ഓൾ ദ ബെസ്റ്റ്, ഓൾ ദ ബെസ്റ്റ്. മൂവി നല്ലൊരു വിജയം മാറട്ടെ. ക്യാരക്ടർ അർജു അടിപൊളിയായിട്ട്, അർജു അടിപൊളി. പിന്നെ കുട്ടി നൈസായിട്ട് ചെയ്തു. എനക്ക് മെയിൻ എനക്കെന്തോ പൊതുവെ വില്ലൻ അടിപൊളിയാ, നായകൻ. എനിക്ക് പൊതുവെ ഏത് പടം കാണുമ്പോൾ എനിക്ക് കോമഡി ക്യാരക്ടേഴ്സിനെ ഞാൻ ഏറ്റവും ഓർത്ത് വെക്കാം, ഇഷ്ടപ്പെടും. എനിക്ക് അങ്ങനത്തെ ഒരു സംഭവം. അല്ല നായകനെല്ലാം അടിപൊളിയാണ്, കാരണം കുട്ടിക്ക് കോമഡി ആയിരുന്നല്ലോ. പിന്നെ ആ മറ്റേ പോലീസുകാര് ഇതാകുന്നല്ല, സ്പോയിലർ ആവല്ലേ. അപ്പം എന്റെ വായിന്ന് പറയാൻ സ്പോയിലർ അധികം ഞാൻ മൂവിനെ കുറിച്ച് സംസാരിക്കണം. നിങ്ങളെല്ലാം സംസാരിക്കും. ഗൈസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ABCD മൂവി പ്രൊഡ്യൂസർ ഹിസ് ഡാഡോ? ആരുടെ ഡാഡ്? ശരിക്കും മറ്റേ എന്താ പുള്ളിന്റെ പേര്? അമേരിക്കൻ ബോൺ കൺഫ്യൂസ്. പുള്ളിന്റെ പേരെന്താ? ഷിബു തമീൻസ്. അബ്രോഡ് ജോണല്ലേ, അങ്ങനല്ലേ, അങ്ങനെ എന്തോ പേരല്ലേ? ആണോ? അതെ, എന്താ പേര്? ഷിബു തമീൻസ്. പക്ഷെ അതിവിടെ പറയേണ്ട കാര്യമില്ല, ഇത് മെയിൻ പേർക്ക് ഡിസ്കഷൻ അല്ലേ, അതങ്ങനെ പോട്ടെ. പ്രൊഡ്യൂസറിന്റെ പോരാ, ഡിസ്ട്രിബ്യൂഷൻ. അതെ, ആണോ? അതെ. ഓ റിച്ച് കിഡ്. എടാ നമ്മള് വിചാരിച്ച പോലെ അല്ല, ആള് റിച്ച് കിഡില്ല. നമ്മള് പല സിറ്റുവേഷനിൽ വന്ന് റിച്ചായി, മറുപടിയും അന്ത സിറ്റുവേഷനിൽ പോ റിച്ചായി. നമ്മള് അങ്ങനെയാണ് വർക്ക് ചെയ്ത് റിച്ചായ ആൾക്കാരാണ്. അത് റിച്ച് ചെയ്യുന്ന ആൾക്കാരല്ല, വർക്ക് ചെയ്ത് റിച്ച് ചെയ്യുന്ന ആൾക്കാരാണ്. ഹീറോ സിംപ്ലിസിറ്റി ഹാർട്ട് ഇട്ടിട്ടുണ്ട്. കാണിക്കാൻ വേണ്ടിയല്ല, സ്ക്രിപ്റ്റ് കേട്ടപ്പോ ആദ്യം എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയ മെയിൻ കാര്യം പറ. സ്ക്രിപ്റ്റ് കേട്ടപ്പോ അതാ ചോദ്യം, ഓഡിയൻസ് ചോദ്യം. Hero is so humble, you deserve more heights. This attitude, all are so down to earth, very positive gang എന്ന് പറയുന്നുണ്ട്. Oh my God. ആ സ്ക്രിപ്റ്റിൽ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള അതാ നീലക്കുയിൽ എന്റർടൈൻമെന്റ്സ് 19 റുപ്യ സൂപ്പർ ചാറ്റ് ചെയ്താ. അത് ഒറിജിനൽ ഒറിജിനൽ അക്കൗണ്ട് നോട്ടാ, അല്ല ഫേക്ക്. നീലക്കുയിൽ ഇനി ഇങ്ങോട്ട് വരാനുള്ള ധൈര്യം കാണിക്കും എനിക്ക് തോന്നുന്നില്ല. കാരണം പൈസ എന്ന് നന്നക്കളി വാങ്ങേണ്ട ഇത് അവർക്ക് ഇല്ലെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഞാൻ കാര്യം പറ്റും, ഇന്നത്തെ കോൺട്രവേഴ്സി മൂവിക്ക് ഒരു നല്ല ഇതായി തോന്നല. അല്ല ആടൊരു ഇത് വന്ന സ്ഥിതിക്ക് അല്ല നെഗറ്റീവ് പബ്ലിസിറ്റി ആണെങ്കിൽ പോലും അത് നല്ലതാണ്. അതൊരു പോസിറ്റീവ് ഇതിൽ നമ്മൾ എടുക്കണം, മനസ്സിലാവും. ഇപ്പൊ അതായത് ഞാൻ മേനെ പേർക്കാന്ന് പറഞ്ഞ മൂവി കാണാനാണല്ലോ തിയേറ്ററിൽ വന്നത്. ഞാൻ തിയേറ്ററിൽ പോയിട്ട് എത്രയോ കാലേ, വർഷമല്ല, ഞാൻ എപ്പെങ്കിലും കൂലിക്ക് പോയാല എപ്പെങ്കിലേ പോകും. പിന്നെ പറഞ്ഞ തിയേറ്ററിൽ പോകുമ്പോ ഞാൻ ഒരിക്കലും ഈ മീഡിയക്ക് തല കൊടുക്കൂല. ഞാൻ ഫുൾ മാസ്ക് അപ്പ് ചെയ്ത് ഫുൾ ജാക്കറ്റ് മാസ്ക് ഇതെല്ലാം ഇട്ടിട്ടാ പോവാ. പിന്നെ മൂവി പ്രൊമോഷന്റെ ഭാഗമായിക്കൊണ്ട് മാത്രമാണ് ഞാൻ മുഖം കാണിച്ച് ഫുൾ ഓപ്പൺ ആയിട്ട് പോയത്. അപ്പൊ അവിടെ ഒരു അടി നടന്നത് ഒരു കണക്കിന് മൂവിക്കൊരു ബൂസ്റ്റാണ്, മനസ്സിലാവും. ഈ മണ്ടന്മാർക്ക് കൊണ്ട് അങ്ങനെങ്കിലും ഉപകാരമാട്ടെ ഈ മീഡിയ ഇവരെ കൊണ്ട്. ചെറുതായിട്ട് റെഡിയെന്ന് പറയാൻ പറ്റില്ലത്. അമ്മാരെന്ന് പറഞ്ഞാൽ 10-25 ആൾക്കാരുണ്ട്, നമ്മളാകെ 4-5 പേരേ ഉള്ളൂ. അവർ 25 പേരുണ്ട്. എന്നിട്ട് എന്താ നമ്മള് മുന്നോട്ടേക്ക് പോകുമ്പോ അവര് ബാക്കിലേക്ക് പോവാ, മനസ്സിലാ. പിന്നെ പറഞ്ഞ ക്യാമറ വേണം, ക്യാമറയും പിടിച്ചിട്ടാണുള്ളത്, മനസ്സിലായി. ഇവര് ക്യാമറയുടെ ബാക്കിൽ എല്ലാത്തിനും കയ്യിൽ ക്യാമറയാണ്, മനസ്സിലാ. എന്തെങ്കിലും ഒരു ഇത് അവിടെ ഉണ്ടായി കഴിഞ്ഞാൽ ലീഗലി അത് വേറെ ഇതിലേക്ക് പോകും, മനസ്സിലാവും. എനിവേസ് നാളെ ഇനോഗ്രേഷൻ ഉണ്ടോ ബ്രോ? നാളെ അല്ല, മറ്റന്നാൾ. അത് ഞാൻ സ്റ്റോറി ഇടാം, അനൗൺസ് ചെയ്യാം. ഇതെങ്ങനെ ഇതെല്ലാം അപ്ഡേറ്റഡ് ആണല്ലോ പുള്ളി. 5G സ്റ്റോർ അടൂര് പത്തനംതിട്ട. ഓക്കെ, എന്തായാലും പറഞ്ഞു ലീക്കായി. ഗൈസ്, മറ്റന്നാൾ ഇനോഗ്രേഷൻ 31 തീയതി വൈകുന്നേരം അടൂര് വരുന്നുണ്ട്. നമ്മൾ ഫുൾ MRC ഗ്യാങ് അടൂര്, പത്തനംതിട്ട അടൂര്
5G സ്റ്റോർ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിട്ട് 31-ാം തീയതി, അതായത് ഞായറാഴ്ച വൈകുന്നേരം 5 മണിക്ക് MRC ഗ്യാങ് ഉണ്ടാവും. എല്ലാരും ഉണ്ടാവണം, നമുക്ക് അവിടെ കാണാം. എനിവേസ് ഗൈസ്, നെക്സ്റ്റ് മൂവിയിൽ തൊപ്പിക്ക് സിനിമയിലെ ചാൻസ് കൊടുക്കുമെന്ന് നിൽക്കുന്നുണ്ട്. ഇനി ഇവരോട് വെച്ചിട്ട് പ്രൊഡ്യൂസറിന്റെ മോനുള്ളതുകൊണ്ട് ചോദിച്ചാൽ എന്തെങ്കിലും ഒരു എന്താ ചോദിക്കാനുള്ളത്? അല്ലല്ലേ, അടുത്തൊരു പടത്തില് അച്ഛനോട് പറഞ്ഞ എനിക്കൊരു റോള് നിങ്ങൾക്ക് സെറ്റാക്കാം, പിന്നെ സെറ്റാക്കാം. ഞാനിങ്ങനെ ചാൻസ് എന്ത് അല്ല, ഇത് പ്രൊഡ്യൂസറിന്റെ മോനാ നിങ്ങൾക്ക് അറിയായിരുന്നോ? അതറിയായിരുന്നോ? അതിന്റെ എനിക്ക് അങ്ങനെ പ്രൊമോഷന്റെ ആവശ്യമില്ല ബ്രോ. അല്ല അത് നമുക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്, മനസ്സിലാവും. അതുകൊണ്ട് പറഞ്ഞതുള്ളൂ. അത് ഇഷ്ടമല്ല അങ്ങനെ പറയുന്നത്. എനിക്കത് കാരണം ഞാൻ എന്റെ പരിപാടി ചെയ്തോണ്ടിരിക്കും. അതെ. കാരണം നമ്മളൊരിക്കലും നിങ്ങൾ ആ മൂവിയില് നിങ്ങളെ പെർഫോമൻസ് ഉണ്ട് ഞാനിപ്പോ അറിയുന്നത്. ഞാനിപ്പോ നിങ്ങൾ പ്രൊഡ്യൂസറിന്റെ അത് ഞാൻ അറിയുന്നത്, മനസ്സിലാവും. നമ്മള് അല്ല, ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെട്ടത് അതില് പെർഫോമൻസ് ഉണ്ട്, നിങ്ങൾ ആക്ടിങ് ആയിട്ടാണ്, മനസ്സിലാവും. അപ്പം എനിവേസ് കോൾ പ്രീതി, കോൾ അർജുൻ. എടാ വെറുതെ ബുദ്ധിമുട്ടിക്കണം. അർജുനെ വേണേ നമുക്ക് വിളിക്കാം, പ്രീതിനെ വിളിക്കുന്നത് ശരിയാണോ എനിക്കറിയില്ല, നിങ്ങൾ പറയുന്ന പോലെ. കാകറുണ്ട് രണ്ടുമൊക്കെ സംസാരിക്കണമെന്ന് പറ്റുമെങ്കിൽ. ഇല്ല, ആർക്കും താല്പര്യമില്ല. അപ്പൊ ഓക്കെ ഗൈസ്, what's the strongest lesson you took away from working with this director? ഡയറക്ടർ ആരായിരുന്നു ഞാൻ ചോദിക്കാൻ? പുതിയ ആളാണോ? മുന്നേ മൂവി ചെയ്തിട്ടുള്ള ആണോ? ഫസ്റ്റ് മൂവി അല്ലേ, നല്ല അടിപൊളിയായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ, അടിപൊളിയായിരുന്നു. ഇത് മാത്രമല്ല ഒരുപാട് നാളത്തെ ഒരു കൊണ്ടാണ്. എത്രയായപ്പോ ഇത് പടം ഓണായിട്ട്? കഴിഞ്ഞ വർഷം തുടങ്ങിയത്. വില്ലന്റെ എക്സ്പീരിയൻസ് ചോദിക്കുന്ന പറയുന്നുണ്ട്. നല്ല അടിപൊളിയായിരുന്നു മൊത്തത്തില്. നമ്മുടെ തന്നെ ഇങ്ങനെയൊന്നല്ല ചങ്ങായിന്റെ സൗണ്ടും ഇങ്ങനെയല്ല, ആറ്റിറ്റ്യൂഡും ഇങ്ങനെയല്ല, മൂവിയിൽ ഇങ്ങനെയൊന്നല്ല. അതായത് ഒരു മൊട്ട ഫുൾ ടാറ്റു, കണ്ണിൽ ഇങ്ങനെ മറ്റേ നീലയോ ചോപ്പോ എന്തോ ഒരു കണ്ണ്, പുള്ളിങ്ങനെ മറ്റേ വെനം മോഡായിരുന്നു ആള്. ഇവിടെ വന്നിട്ട് ഇരിക്കുന്നതൊക്കെ ഒരു എല്ലിനെ പോലെ. പറഞ്ഞോ. അടിപൊളിയായിരുന്നു. നമ്മുടെ ഫ്രണ്ട് സർക്കിൾ തന്നെ ആയതുകൊണ്ട് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു വർക്ക് ചെയ്യാനും എല്ലാം. അപ്പം അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത ഒരു മൂവി ആയിരുന്നു. താങ്ക് യു. എല്ലാരും പോയി മൂവി കാണുക, എല്ലാരും സപ്പോർട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. ആരാ പറയുന്നത്? ഈ പുതിയ 3 മാസം കൂടുമ്പോ ഒരു സെന്റൻസ് സംസാരിക്കാം. എന്നിട്ട് അവൻ പറയുന്നത് ആള് ഭയങ്കര സൈലന്റ് ആണെന്ന് തോന്നല്ലേ? Elon Musk official donated 100 rupees super chat. I need 3 people from India to work at my SpaceX working site. Do you have any special engineering experience? Salary 1 crore for 3 months. പിങ്കി മോള് ഭയങ്കര ചെറിയ പിങ്കി മോള്. അതവിടെ OOMB എന്നൊക്കെ പറയുന്നു പിങ്കി മോള്. ഞാൻ കണ്ടില്ല. അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ടാവും. എന്തിനാണെന്ന് അറിയില്ല പിങ്കി മോള്. അർജുന് നമ്പർ എന്തെങ്കിലടാ? അർജുൻ നമ്പർ ഉള്ള ആരെങ്കിലും? എടാ നിങ്ങൾ ഒരുമിച്ച് അഭിനയിക്കുന്ന ഒരാളെ നമ്പർ നിങ്ങളെ കയ്യിലില്ലേ? മുത്തൊക്കെ BGML ഉണ്ട്, അതിന്റെ അടുത്ത് റോളക്സിനെ കൊണ്ട്. മുത്തുവിന്റെ മുഖം ഇത് സ്ക്രീനിൽ കാണിക്കുമ്പോ നമ്മള് ബാക്കിൽ ഫുള്ള് വെച്ചപ്പാടാ. അതല്ല, നമ്മള് തിയേറ്ററിൽ ആരും നമ്മള് തിയേറ്ററിൽ വേറെ ആരും ഒന്നും ഉണ്ടെന്നില്ല, വെച്ചെന്നില്ല. മുത്തുവിനെ കാണുന്നതോടുകൂടി ബാക്ക്ഗ്രൗണ്ടിൽ നമ്മള് മൊത്തം വെച്ചപ്പാടല്ലേ, ഫുള്ള് ആവേശം. തൊപ്പി ഫയാസിനോട് ആരെ ഹായ് പറയാമോ? ഇവിടെയുള്ള ആളാണ് ഫയാസ്. ഹായ് ഫയാസ്. പ്രൊമോഷൻ എൽസ്ട്രീം. എടാ ഇത് മൂവി ഇതാണെടാ, മനസ്സിലായത്? ഒരു മൂവി ഇതാണ് എൽസ്ട്രീം എന്ന് പറയാൻ പറ്റില്ല. കാര്യം ബാക്കി നമ്മളെ ബാക്കി സ്ട്രീമിലെ പോലുള്ള ആക്ടിവിറ്റീസ് ഇതിൽ ചെയ്യാൻ പറ്റില്ല, ഇവിടെ ചെയ്യാൻ പറ്റില്ല. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, മുത്തൊരു പാട്ട് പാട്ടല്ലേ? മുത്തു മോനെ ഡബ്ല്യു സിംഗർ. ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈ ഫ്രണ്ട്. ഇവരെല്ലാരും ഞാൻ ഇപ്പൊ പരിചയപ്പെടുന്നത്. പക്ഷെ മുത്തു ആയിട്ട് എനിക്ക് ഒരു 1.5-2 വർഷത്തെ പരിചയം ഉണ്ടല്ലേ? മുത്തു 2 വർഷത്തെ പരിചയം ഉണ്ട്. അപ്പം
മുത്തു കാരണം എനക്കൊരു പണി കിട്ടിയിട്ടുണ്ട്. മുത്ത് ഞാനൊരു കാര്യം പറ്റേ, വേറൊരു കഥ ഉണ്ട് ഗൈസ്. അതായത് മമ്മുവിന്റെ കോൺട്രവേഴ്സി ആയ ഇന്റർവ്യൂ ഇല്ലേ, ആ ഇന്റർവ്യൂല് എനിക്ക് അറിയാം മമ്മുവിന്റെ വായിന്ന് എന്തെങ്കിലും തീട്ടിത്തരം വരുമെന്ന് അറിയുന്നോണ്ടല്ലേ ഞാനിത് മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഈ ഇന്റർവ്യൂ നടക്കുമ്പോ ഞാൻ ഇതിന്റെ ബാക്കിൽ വന്നിട്ട്, ക്യാമറന്റെ ബാക്കിൽ വന്നിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്, മമ്മു എന്താ പറയാൻ പോകുന്നത് എല്ലാം നോക്കുന്നുണ്ട്. അപ്പൊ കറക്റ്റ് സമയത്ത് ഒരു ഇന്റർവ്യൂ തുടങ്ങി 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോ മുത്ത് കയറി വന്നു. മുത്തോടെ നമ്മൾ ആ മറ്റേ പുതിയ സോങ്ങിന്റെ ഒരു കാര്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഞാൻ അങ്ങോട്ടേക്കാ വിളിച്ചത്. അപ്പൊ മുത്ത് കയറി വന്നിട്ട് മുത്ത് പറഞ്ഞ പുറത്തുനിന്ന് സംസാരിക്കാം, കുറച്ച് ഇമ്പോർട്ടന്റ് കാര്യമുണ്ട്. അങ്ങനെ ഞാൻ ഒരു 5 മിനിറ്റ് പുറത്തേക്ക് മാറി, 5 അല്ല ഒരു 15 മിനിറ്റ് അല്ല, ഒരു 15 മിനിറ്റ് ഞാൻ പുറത്തേക്ക് മാറിയത്. ഞാൻ തിരിച്ചു കയറി ആ ഇന്റർവ്യൂ നോർമലി നടക്കുന്നു, കഴിഞ്ഞു തിരിച്ചു പോയി. ഇന്റർവ്യൂവിന്റെ ഔട്ട് വന്ന് ഈ പ്രശ്നം വരുമ്പോൾ ഞാൻ ഈ വീഡിയോ കാണുന്നു, ഞാൻ ഇത് കാണുന്നു. മമ്മു പറയുന്ന സമയം ഞാൻ പുറത്തായിരുന്നു, ഞാൻ ഇവനൊരു സംസാരിച്ചോണ്ടിരിക്കുന്നു. ഇവൻ കാരണമാണ്, അല്ലെങ്കിൽ ഞാൻ അപ്പൊ തന്നെ ആ ക്യാമറ അങ്ങ് ചവിട്ടി പൊട്ടിക്കൂല, അല്ലെങ്കിൽ ഞാൻ അത് പറയാം കട്ടയുടെ നാറികളെന്ന് ഞാൻ പറയായിരുന്നു. ഇത് ഞാൻ കേട്ടില്ല, അത് പ്രശ്നമായി പോയത്. അപ്പൊ മുത്തു ലെറ്റ് ദം ടോക്ക്. ഞാൻ കുറെ സംസാരിക്കുന്നുണ്ടല്ലേ, റിയലി സോറി, അങ്ങനല്ല ഞാൻ പറയുന്നത് വെച്ചാല് ഇത് അതൊക്കെ എന്താ സ്ട്രീം ചെയ്യുമ്പോ ഞാൻ പൊതുവെ ഇങ്ങനെയല്ല, റിയൽ ലൈഫിൽ ഞാൻ ഇങ്ങനെയല്ല. നിങ്ങളിപ്പോ ലൈവ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഇത് ലൈവില് ആൾക്കാർ ഇങ്ങനെ ഓരോന്ന് ചോദിക്കുമ്പോ ഇങ്ങനെ ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന അത് ഫീലായിപ്പോ. സ്ട്രീം ചെയ്യുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ആയിപ്പോയതാണ്. നിങ്ങൾക്ക് സ്പേസ് തരാണ്ട് നിൽക്കുന്നല്ലോ. ഓക്കെ, അർജുൻ എടാ വീഡിയോ കോള്. ഹലോ എടാ മൊത്തം വീഡിയോ കോൾ ചെയ്യോ? ഒരു സെക്കൻഡാ, വീഡിയോ ഓൺ ആക്കോട്ടോ. അയ്യോ ക്യാമറ ഓണാക്കാൻ പറ്റില്ല. എന്നെ കാണോ? നിനക്ക് എന്നെ കാണോ? ആണോ? ഓക്കെ. അപ്പൊ എനിവേസ് എടാ നല്ല അടിപൊളി സിനിമ, അടിപൊളിയായിരുന്നു, ഇഷ്ടപ്പെട്ടു. നിന്റെ കോമഡി സംഭവം പൊളിച്ച് എന്തായാലും നീ തള്ളൊന്നും വേണ്ട, നിന്റെ സംഭവം എനിക്കറിയാം. ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഊക്കൊന്നും മേടിച്ചിട്ടില്ലാണോ നീ വരാണ്ടെന്ന്. നിന്നൊരു സന്ധ്യയില് കിട്ടും. എടാ പിന്നെ നീ ഫസ്റ്റ് പോയത് അല്ലല്ലോ, സെക്കൻഡ് അല്ലേ? ഫസ്റ്റ്. അപ്പൊ ഞാൻ കൊറേ മുന്നേ ഇവന്റെ ഏതോ പോസ്റ്റർ ഉണ്ട്. ഇതിന്റെ പോസ്റ്റർ ആയിരുന്നു അല്ലേ? ഓ ഇത് കൊറേ ആയാലും ഇത് തുടങ്ങിയിട്ട് ഷൂട്ടിങ്. രാവിലെ നീലപ്പറയന്മാരായിട്ട് ചെറിയ കശവിശ ആയാലും വിട്. പിന്നെ അപ്പൊ ഓൾ ദ ബെസ്റ്റ്. കാണാം. വീഡിയോ കോൾ ചെയ്തതിനും അടിപൊളിയായിരുന്നു. Make all these introverts dance and make it win. Make all these introverts dance and make all these introverts. അല്ല ഇവ ഇൻട്രോവേർട്ട് അല്ല, ഇവര് ഇൻട്രോവേർട്ട് അല്ല. ആ ഇൻട്രോവേർട്ട് മെയിൻ ഇൻട്രോവേർട്ടുകൾ എന്ന് പറഞ്ഞാൽ കുട്ടിയും വില്ലനും അത് ഇൻട്രോവേർട്ടുകൾ. കാര്യം പറ, ബാക്കി ആരോടും ഇൻട്രോവേർട്ടാന്ന് എനിക്ക് തോന്നുന്നില്ല. അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. അത് അതേപോലെ മനസ്സിലായി. ഇവര് സിനിമന്റെ ക്യാമറ ഓണാകുമ്പോ ഇവര് എക്സ്ട്രോവേർട്ട് ആവും, അങ്ങനെ മനസ്സിലാവും. ഞാനിപ്പോ സ്ട്രീമിങ്ങിൽ ഓണാകുന്നില്ല, അതേപോലെ സ്ട്രീം കഴിയുന്നതോടുകൂടി ഇവര് കാണും ശരിക്കും എന്റെ ഇത്. ഞാൻ കുട്ടീനെക്കാളും താഴെയാ. ഞാൻ ഇത്ര പോലും സംസാരിക്കൂല. കുട്ടി ഇപ്പൊ അത്യാവശ്യം സംസാരിക്കുന്നില്ലേ തിയേറ്ററിൽ? അല്ല ഞാൻ സംസാരിക്കൂല. ആ ഈ ലൈവില് ആൾക്കാർ ഇങ്ങനെ ചോദിക്കുന്നതുകൊണ്ട് അതിന് ഉത്തരം പറയുന്നതാ. മുത്തുന്റെ പാട്ട് പാവം മുത്തു. കാര്യമില്ല. ഞാനത് ഇനി മുതൽ എല്ലാം ഞാൻ വായിക്കൂല. ഞാൻ കാര്യം പറയാം, ഇതൊരു മൂവി പ്രൊമോഷൻ കാര്യം ഇവിടെ നടക്കുന്നത്. അല്ലാണ്ട് ഇവിടെ മറ്റേ കോമാളിത്തരം കാണിക്കാൻ ഇതിനുമല്ല നമ്മൾ നിൽക്കുന്നത്, മനസ്സിലാവും. ഇവിടെ ഒരു മെയിൻ കാര്യം നടക്കുന്നത്. ഇവിടെ ഒരു നാളെ അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട്, ഓക്കെ ഇത് കഴിഞ്ഞിട്ട്, ഇതിപ്പോ കഴിയും നമുക്ക് കുറച്ച് സമയം കൊണ്ട് എൻഡ് ചെയ്യാം. ഓക്കെ എനിവേസ് മുത്തുവിന്റെ സോങ്. മുത്തു മുന്നിലേക്ക് മൈക്ക് കൊടുക്കാം. മുത്തുവിന് ജൂൺ പോയ ജൂലൈ പോകണം. കുട്ടീനെ കാണാൻ പറ്റും? ഞാൻ ഇവിടെ ഉണ്ട്, എന്നെ കാണാൻ പറ്റും. ഏതാ പാട്ടാ? മെയിൻ പേര് പാട്ടാ. ഷോ ജൂൺ പോയ ജൂലൈ, നീ പോയ ജൂലി, ഓ മോശം ആലേശം സന്തോഷം.
ലവ് പോയാ പോയി വേണ്ടല്ലോ താലി ലവലേശം ഒരു ക്ലേശം ഇത് ക്ലീശേ കല്ലി വല്ലി കോല കന പീന ടീക്ക മൊത്തം നേരം കൂസ ഐം ലോലി ഡി സൂസ കണ്ണോ ചിമ്മ മേല കുരുക്കാനൊക്ക നൂല നീളെ കുനിയ മയ്യ നാടാകെ അസൂയ ശേ ഷോ ആലക്ക ലോക ലിക ഊലിക ലുക ആലക്ക ലോക ലിക ലുക ലുക ആലക്ക ലോക ലിക ഊലിക ലുക ലുക ആലക്ക ലോക ലിക ലുക ലുക ഓ വെട്ടി വീണ പൊട്ടിയാണ് ബാം ബാം വെട്ടിയിട്ടടുക്കിട്ടരിക്കാൻ മേടര എട്ടര പത്തര ரொம்ப നല്ല കൾട്ടിതാണ് ബൂം ബൂം പന്തി കേട് പന്തിലാണ് ഒടുക്കം മേന്തലോ മോന്തലോ റാന്തലോ പ്യാരി മേരി ബാരി അത്തം പത്തം ജ്യോതി രാതി തീരാതി പരവ്യാധി ആയി 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 നല്ല മെല്ലമായി ഗതികേടോ അത്താഴം കരിവാടോ ഓകേ ചലാ ആകേ മേരാ ജൂൺ പോയ ജൂലൈ നീ പോയ ജൂലി ഓ മോശം ആലേശം സന്തോഷം ലവ് പോയ പോയി വേണ്ടല്ലോ താലി ലവലേശം ഒരു ക്ലേശം ഇത് ക്ലീശേ ആലക്ക ലോക ലിക ഊലിക ലുക ലുക ആലക്ക ലോക ലിക ലുക ലുക ആലക്ക ലോക ലിക ഊലിക ലുക ലുക ആലക്ക ലോക ലിക ലുക ലുക വിത്ത് കരോക്കെ പാടാൻ പറഞ്ഞ വിത്ത് കരോക്കെ വേറെ ഏതെങ്കിലും ഒരു സോങ് അടിപൊളിയായിട്ടുണ്ട്. എല്ലാരും വിത്ത് കരോക്കെ ഏതെങ്കിലും പാട്ട് മൂവിലെ പാട്ടില്ലാണ്ട് നീ ഒരു ഫുൾ പവർ സോങ് നിന്റെ ഏറ്റവും ബെസ്റ്റ് സോങ് കമാൺ. നീ ആടെ താഴ്വാരത്ത് ആടിയിട്ടെല്ലാം രാത്രി ഇരുന്ന് ഫുൾ ടൈം പാടുന്നതാണല്ലോ അകത്ത് അതിലെ ഏറ്റവും നിന്റെ ബെസ്റ്റ് സാധനം പാട്. കരോക്കെ ഉണ്ട്. ആ കരോക്കെ കരോക്കെ ഇട്ടുതരാം. ഏതാ പറ പാട്ട് പറ. ഈ പാട്ടിന്റെ കരോക്കെ കിട്ടുമെന്ന് നോക്കിയാൽ ഇപ്പൊ ഹിറ്റ് ആയിട്ട് ഒരു പാട്ടുണ്ട് ഇലകൊടി എന്ന് പറഞ്ഞിട്ട്. ലിറിക്സാ ഉള്ളത് കരോക്കെ ഇല്ല. ലിറിക്സ് ഇട്ടില്ല മെല്ലെ സൗണ്ട് കുറച്ചിട്ട് പാടാം. നീ എഴുതിയതോ? എടി ഇവരെത്ര പാട്ടാണ് ഇവൻ ശരിയായ പണ്ട് ഇങ്ങനെ നായന്തിനാട്ടാ മുത്ത്. ഞാൻ ഫസ്റ്റ് കാണുമ്പോ മുത്ത് ഇങ്ങനെ നായല്ല. ഇപ്പൊ ഇത്ര സിനിമ ഇപ്പൊ ഇറങ്ങുന്ന എല്ലാ സിനിമയിലും ഇവരെ പാട്ടാണ്. തലവര ഇതിപ്പോ മെയിനെ പേർക്കല്ല ഫുൾ തലവരിൽ എല്ലാ പാട്ടും ഉണ്ടോ? 5 പാട്ടാ. ഓക്കെ ടുമാറോ പോയിട്ട് ഈ ഫിലിം കാണും. കമോൺ എവിടെ പോയിട്ട് കാണേ. ഞാൻ പറയാം ഓവർ എക്സ്പെക്ടേഷൻ ഇതൊന്നും കൊടുക്കരുത്. ഒരു ചെറിയ പടം, വലിയ ബിഗ് ബഡ്ജറ്റ് പടം, വലിയ കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, ഒരു ചെറിയ പടമാണ്. ഒരു നല്ല അത്യാവശ്യം കോമഡി ഇതെല്ലാം ഉള്ള, അത്യാവശ്യം ഫൈറ്റ് എല്ലാം ഉള്ള, ഒരു കുഴപ്പമില്ലാത്തൊരു നല്ല പടം. അല്ലാണ്ട് വലിയ ഞാൻ പറഞ്ഞു വെച്ചിട്ട് വലിയ എക്സ്പെക്ടേഷൻ നിലത്തിരുത്തിയല്ലോ ഞാൻ ഇരുന്നതാ. എനിക്ക് അങ്ങനെയൊന്നുമില്ല. ലൈക്ക് എടാ ഇത് നമ്മളെ ചങ്കാളാണ്. ഇത് ഏതെങ്കിലും വന്ന ഗസ്റ്റ് അല്ല, ഇത് ആദ്യമായിട്ട് വരുന്ന ഗസ്റ്റ് ഒന്നും അല്ല. മനസ്സിലാവും. ഇവര് ഇവിടെ എത്രയോ പ്രാവശ്യം എത്രയോ പ്രാവശ്യം ഇതേ സ്ഥലത്ത് ഇരുന്നല്ലേ വീട് ഇരുന്ന് നമ്മളെ സോങ്ങിന്റെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതേ സ്ഥലത്ത് ഇരുന്നിട്ട് ഈ പീസിന്റെ മുന്നിൽ ഇരുന്നിട്ട്. ഓക്കെ, നിങ്ങളെല്ലാം കേട്ടിട്ടുള്ള പാട്ടായിരിക്കും കേട്ടോ. ഒരു മിനിറ്റ്. സ്പീക്കർ സീൻ 1 second. Optical input Coax HD Bluetooth mode. Aux input. പ്രശ്നമൊക്കെ വരാട്ടോ, ക്ഷമിക്കണേ. അലയായി താരും നീ അരികിൽ തീരും ഞാൻ മായാത്ത ദൂരത്തായി ഭൂവിത്തായി നീ തീരാത്ത രൂപത്താലെ സൂറത്തായി നീ ഇതിലെ ഇലക്കൊഴിയേ. തൊണ്ട പോകുന്നല്ലേ സോറി മതിയോ? ഋതുവായി
കണ്ണീരായി നദി പോലൊഴുകും മിഴിയരികെ മഴയായഴലും മഴയും പ്രണയവുമേ പ്രിയമായ കഥാരുലയും. വോയിസ് വയ്യാത്തോണ്ടാ അതല്ല ഡബ്ല്യു വോയിസ് നിന്റെ. അയ്യോ നിന്റെ വോയിസിനെ കുറിച്ചാ പറഞ്ഞത്. Guys, W song bro, W song. Or Pepe, Pepe no. Pepe number എന്നല്ലേ ഉണ്ട്, കമ്പനി ഉണ്ട്, Pepe കമ്പനി ഉണ്ട്. ഇത് എന്നെ വിളിക്കാം. എന്നിലാദ്യമായി വന്നൊരീ തന്നലീണത്തിലായി നീ നാരി ഞാനായി വരി നീഞ്ഞു പോലെ നീ വന്നൊരീ രാത്രിയിൽ മിന്നലായി വാനായി മായാവനി മോഹമായി നീ ചൊല്ലിതെന്തുമായ നീ മായ ലോകവേന്തി വന്ന് നിന്ന് മുന്നിലായി നീ ചേർന്ന് വന്നിരി മല്ലയോരമായി നീ സോങ്ങിന്റെ പേര് വയ്ക്കുന്ന മൈക്ക് ഉണ്ടടാ. സോങ്ങിന്റെ പേര് പറഞ്ഞെടുക്ക്. ഇലകൊഴി എന്ന സോങ്ങിന്റെ പേര് മുത്തേ W സോങ്. എല്ലാരും പോയിട്ട് കേട്ട് നോക്ക്. ബ്രോ സിനിമ കണ്ടു അടിപൊളി ആയിട്ടുണ്ട്. കുട്ടി ബ്രോ അടിപൊളിയാണ് കേട്ടാ. തൊപ്പി ബ്രോ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് എന്ന് പറയുന്നത്. W സോങ്. ഓ നിങ്ങളൊക്കെ കഴിച്ചോ മുത്തേ? W വോയിസ് എന്ന് പറയുന്നുണ്ട്. കഴിച്ചു. ബ്രോ ഹീറോ ഫീൽ ബാഡ് എന്നാ. ഹീറോനെ സൈഡാക്കി മുത്തു. ഹീറോനെ സൈഡാക്കി. ഇന്ന് നമ്മുടെ ഒരു പ്രൊമോ സോങ് റിലീസ് ആയിട്ടുണ്ട്. ഒരു പട്ടക്കൻ സോങ് ആണ്. അതിപ്പോ ട്രെൻഡിങ്ങിൽ ഹീറോയിൻ സ്റ്റേറ്റ് ഫോർ ദി വില്ലൻ. വെൽക്കം ടു മോളിവുഡ്. വെൽക്കം ടു മോളിവുഡ് സോങ്. അതല്ല ഇതാണോ? എന്തൊക്കെ ചെയ്യണോ? ടി സീരീസാ. Hero is not comfortable. കംഫർട്ടബിൾ ആയി എങ്ങനെ ഇരിക്കണം? പിന്നെ ഇങ്ങനെയാണോ വേറെ എങ്ങനെ ഇരിക്കണം? പെപ്പനെ ഞാൻ വിളിച്ചു നോക്കി ജസ്റ്റ്, പക്ഷെ എടുക്കുന്നില്ല. ഒന്നുകൂടെ ഒന്ന് വിളിച്ചോട്ടെ. നോർമൽ കോൾ തന്നെ എടുക്കുന്നില്ല. പിന്നെ വീഡിയോ കോള്. ആദ്യം നോർമൽ കോൾ ചെയ്തിട്ട് ഒന്ന് വീഡിയോ കോള് വരുമോന്ന് ചോദിക്കട്ടെ. എന്താടാ ആരാ? ഇല്ലടാ എടുക്കുന്നില്ലടാ. എടുക്കുന്നില്ല.
പെപ്പയിലെ ഫുൾ ബിസി മാനാന്ന് തോന്നുന്നത്. പക്ഷെ പെപ്പ ഞാൻ കാര്യം പറഞ്ഞില്ല, ജാടയില്ലാത്തൊരു അല്ല. പെപ്പയെ കുറിച്ചുള്ള അഭിപ്രായം പറ. ആരാ പെപ്പേന്റെ വെച്ച് ഷൂട്ടിലുണ്ടായ ആരാ? നിങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ല? ആണോ? മൈക്കുണ്ടോ? പെപ്പേന്റെ എക്സ്പീരിയൻസ്. ഇതിനു മുന്നേ ആണെങ്കിലും നമ്മള് ഒരു CCF എന്ന് പറയുന്ന ഒരു ക്രിക്കറ്റ് ഫെർട്ടേണിറ്റി ഉണ്ട്. അതിനകത്ത് പെപ്പയുടെ ഒരു ടീമുണ്ട്. അപ്പം നമ്മൾ ഇതിൽ അഖിലൊക്കെ അതിനകത്ത് ഉള്ളതാണ്. അപ്പൊ ഭയങ്കര കമ്പനിയാണ്. അപ്പം സെറ്റിൽ വന്നപ്പം പ്രത്യേകിച്ച് പുതിയ ഒരാളായിട്ട് നമുക്ക് ഫീൽ ചെയ്തില്ല. അല്ലെ തന്നെയും പുതിയ ഒരാളോടും പെപ്പ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഒന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ചങ്കാവുന്ന ഒരു മെന്റാലിറ്റിയാണ് ആൾക്ക്. നൈസാണ്. എനിക്ക് പേഴ്സണലി ഭയങ്കര ആണോ? പുള്ളിന്റെ ലൈവില് വന്നിട്ടുണ്ട് പണ്ട്, ഒരു 1 year 2 years മുന്നേ അല്ലെ? ക്രൗഡ് പ്ലാനിന്റെ മുന്നേ. ഇതെന്താ ഈ ചങ്ങായിക്ക് എല്ലാം അറിയാലോ. ആ ലൈവ് ഒന്നും ആരും കണ്ടിട്ടുണ്ടാവില്ല. ലോക്കോല് 24 hours ചെയ്ത IRL അത്. നിങ്ങൾ 24 മണിക്കൂർ ഇരുന്നത് കണ്ട് ക്ലിപ്പിംഗ്സ്. എനിക്ക് പണ്ട് സ്ട്രീമിംഗ് കൊണ്ട് പ്ലാൻ ഉണ്ടായിരുന്നു. സ്ട്രീമിംഗ് പ്ലാൻ നല്ല പരിപാടിയെ മൊത്തം പെട്ടെന്ന് തുടങ്ങിക്കോ. നല്ല ലാഭമുള്ള കച്ചവടം. അത്രയും പെട്ടെന്ന് തുടങ്ങിക്കോ. ഇത് മറ്റേ അങ്കമാലി ഡയറീസിൽ മറ്റേ പന്നിന് നല്ല പരിപാടിയാണ്. പെട്ടെന്ന് കാണിക്കോ. നല്ല ലാഭമുള്ള പരിപാടിയാ. ഈ പടത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സീൻ അത്യാവശ്യം സീന് വില്ലന്റെ സീനോ? വില്ലന്റെ ഇൻട്രോ സീന്. വില്ലന്റെ ഇൻട്രോ സീൻ. ഒരു സിഗരറ്റ് വലിച്ച് ഒരു വരവുണ്ട് മോനെ. അല്ല ഹീറോ മോശമൊന്നല്ല ഹീറോന്റെ. പക്ഷെ ഞാൻ ഒരു കാര്യം പറ്റേ, ഞാൻ പടം തുടങ്ങിയ ഒരു ഏകദേശം 1/2 മണിക്കൂറോളം കഴിഞ്ഞിട്ട് 1/2 മണിക്കൂർ ഒരു 40 minutes ആയിട്ടാണ് ഞാൻ പടത്തിന് കയറുന്നത്. അപ്പം ഹീറോന്റെ ഇൻട്രോവും കാര്യങ്ങളും ഒന്നും ഞാൻ കണ്ടില്ല. ഫസ്റ്റത്തെ മൊത്തം ഇൻട്രൊഡക്ഷനും എല്ലാം എനിക്ക് മിസ്സായി. മനസ്സിലായി? ഫസ്റ്റ് ഒന്നും ഞാൻ കണ്ടില്ല. പകുതി മുതല പടം കാണുന്നത്. അപ്പൊ ഹീറോന്റെ കണ്ടില്ല. ഒന്നുകൂടി കാണുവാണെങ്കിൽ അഭിപ്രായം പറയാം. എല്ലാവർക്കും അറിയാലോ നന്നായിട്ട്. അത് വല്ലതും പറയും. അതൊന്നും നോക്കണ്ട. ചാറ്റിൽ ഉള്ള എല്ലാം വായിക്കാൻ പറ്റില്ല. അത് പലതും ഇതൊക്കെ ഒരു ഒപ്പീനിയൻസ്. ബ്രോ ഫിലിം കണ്ട് എല്ലാരും അടിപൊളിയായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ആൽവിൻ ഷേജ് നമ്മുടെ നാട്ടില് തൃശ്ശൂർ ആയിരിക്കും ഉണ്ടാവുന്നത്. നാളെ തിയേറ്റർ ലിസ്റ്റ് ഉണ്ട് തൃശ്ശൂർ. ആണോ? ഇപ്പൊ ഇങ്ങനെല്ലാം ആയ മുത്തോ. പണ്ട് ഇങ്ങനെല്ലാം ആയിരുന്നില്ലല്ലോ. നാളെ തൃശ്ശൂര് തിയേറ്റർ വിസിറ്റ് ഉണ്ട്. ഇങ്ങനെല്ലാം സംസാരിക്കുന്നത്. എടാ പണ്ട് ഇവനെന്താ ഇവന്റെ വായന ആകെ വരുന്ന സംസാരം എന്താ? ഇഡ്ഡലിക്ക് എത്രയാ? ഇതല്ലേ ഇവ സംസാരിക്കല്. ഇപ്പൊ മൂവി പ്രൊമോഷൻ ഉണ്ട്. തൃശ്ശൂര് പോകണമെന്നല്ല ആയ ഹീറോ ഈഗോ. മതി മതി മതി. ഞാൻ ഭയങ്കര ഈഗോ തന്നെയാണ്. ഞാനത് തന്നെയാണ്. എടാ അവൻ റിയലാണ്. അവൻ റിയലാണ്. ആള് റിയലാ. അല്ല ഒന്നുമില്ല. കുഴപ്പമില്ല. കുഴപ്പമില്ല പറഞ്ഞാൽ എന്റെ ലൈവിൽ വെച്ച് തെറി വിളിക്കാൻ നീ അങ്ങനെ കുഴപ്പമില്ലാന്ന് പറയുന്നത്. എടാ നമ്മളിവിടെ ഒരു ഫാമിലി ഫ്രണ്ട്ലി ആക്കാൻ വേണ്ടി നമ്മൾ അത്രയും. എടാ തെറിയൊന്നും നമുക്ക് ആർക്കും അറിയാത്തതല്ല. നമ്മളിവിടെ എല്ലാ അക്ഷരവാലിയും വെച്ച് തെറി വിളിക്കാൻ എല്ലാവർക്കും അറിയാം. മനസ്സിലാവും? ഞാൻ ഇവിടെ ഫാമിലി ഫ്രണ്ട്ലി ആക്കാൻ വേണ്ട ഇവിടെ ടിവിയിലെല്ലാം ആൾക്കാർ വെച്ച് കണ്ടോട്ടെ ചോദിച്ചിട്ടാണ് ഞാൻ തെറി ഇതെല്ലാം ഇതാക്കുന്നത്. പിന്നെ നീ ഇവിടെ വെച്ച് തെറി പറഞ്ഞത് അത് മോശം. അതൊരു സോറി എന്തായാലും നീ പറയണം. അത് നീ ഒരു സോറി പറയണം. അല്ല അതൊരു സോറി പറയാം. അത് അങ്ങനെ കാഷ്വലായിട്ട് പറയുന്ന കളിയാ. അത് ഇങ്ങനെ വരുന്നതല്ലേ വരുന്നത്. അത് തെറിയായിട്ട് പറഞ്ഞല്ല. എടാ നമ്മള് കഷ്ടപ്പെട്ട് തെറി നമ്മളെ വായുന്നതിൽ അത്രയും തെറി ഓരോ 10 സെക്കൻഡിലും വരുന്നതാ. അത്രയും മൈൻഡിൽ ഓരോ തെറികൾ ഓരോ 10. ഇപ്പൊ തന്നെ എന്റെ വായിൽ വരുന്നത് അങ്ങനത്തെ സാധനങ്ങളാ. മനസ്സിലാവും? എന്റെ തലയിൽ വരുന്ന അങ്ങനത്തെ സാധനങ്ങളാണ്. അത് ഞാൻ പുറത്തു വിടുന്നുണ്ടോ? ഇല്ല. അത് വ്യൂവേഴ്സിനുള്ള റെസ്പെക്റ്റാ. മനസ്സിലാവും? അവര് ടിവിയിൽ ഇതിലെല്ലാം ഫാമിലിയിലായിട്ട് ഇരുന്ന് കാണുന്നതാ. മനസ്സിലാവും? അപ്പം വോളിയം കൂട്ടി വെക്കുമ്പോ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു വെച്ചിട്ട് നമ്മളങ്ങനെ പറയാത്ത. പിന്നെ ബ്രോ അത് എല്ലായി ബ്രോ അതല്ലേ ആ ഒറ്റ കാര്യം. അത് ശരിയാ കാഷ്വലായിട്ട് പറയാം. ഇപ്പൊ ലൈവ് അല്ലായിരുന്നെങ്കിൽ ഓഫ് ക്യാമറ ഞാൻ ഇപ്പൊ ഈ ലൈവ് ആയിട്ട് നമ്മള് രണ്ടാൾ ഇങ്ങനെ പറയുമല്ലോ. ബിരിയാണി ഞാൻ ക്യാമറ എന്നുള്ള ഒറ്റ അല്ലല്ല ക്യാമറന്റെ POVയിൽ മാത്രമേ പറയില്ല. അല്ലാണ്ട് നമ്മളൊന്നും ഞാൻ ഇപ്പൊ ഈ പ്രൊമോഷൻ കഴിഞ്ഞ് അല്ലല്ല ഈ പ്രൊമോഷൻ കഴിഞ്ഞ് നമ്മള് പുറത്ത് പബ്ലിക്കില് നമ്മൾ ആ ഒരു പരിപാടി ഈ പ്രൊമോഷൻ കഴിഞ്ഞ് നമ്മള് പുറത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിക്കുന്നത് സിഗരറ്റ് വലിച്ചോണ്ടാ അങ്ങനെ പറഞ്ഞാൽ ഓക്കെ. ഭയങ്കര കംഫർട്ടബിൾ ആയി പോയി. സോറി പബ്ലിക്കിന് മറന്നുപോയി ഒരു പോയിന്റ്. അതാണ് അറിയാതെ അയ്യോ ഉറക്കം വരുന്ന
എന്നാ പിന്നെ കുറച്ചുകൂടി കൊതിപ്പിച്ചാലോ. സേ സോറി അല്ല എന്നോട് പറയണ്ട, വ്യൂവേഴ്സിനോട് ഒരു സോറി പറയണം. അത് നിന്റെ വായന അറിയാണ്ട് സ്ലിപ്പ് ആയത്, ആ ഒരു സോറി പറയണം. വൺ വേർഡ് സോറി. എനിവേസ് ഗൈസ്, അപ്പം ആണോ ഓക്കെ, അവർക്ക് പരിപാടികളുണ്ട്, അവർ ഇറങ്ങാൻ പോകാനോ. അപ്പൊ എനിവേസ് താങ്ക് യു ഫോർ കമ്മിങ് ഗൈസ്. മേനെ പ്യാർ കിയ ഔട്ട് ഓൺ തിയേറ്റേഴ്സ് നൗ. എല്ലാരും പോയി വാച്ച് ചെയ്യ്. നല്ലൊരു കുഴപ്പമില്ലാത്തൊരു നല്ലൊരു പടം. അത്ര വലിയ ഓവർ എക്സ്പെക്ടേഷനോ വലിയ നല്ല പടം എന്ന് വിചാരിച്ചിട്ടാരും അങ്ങനെ പോകരുത്. കുഴപ്പമില്ലാത്തൊരു നല്ലൊരു എന്റർടൈനർ മൂവി. ഓക്കെ, ഒരു റോം-കോം അല്ല, റൊമാൻറ്റിക് കോമഡി ഫൈറ്റ് പടം. അതാണ് ഒരു സിമ്പിൾ ആണ്. എനിവേസ് ഗൈസ്, ആർക്കെങ്കിലും എന്തെങ്കിലും ഇതായതുകൊണ്ട് സോറി, റിയലി സോറി. ഞാൻ അങ്ങനെ ആരും ഓക്കെ. എനിവേസ് താങ്ക് യു ഫോർ കമ്മിങ്. മേരെ പ്യാർ കിയ ഔട്ട് ഓൺ തിയേറ്റേഴ്സ്. എല്ലാരും പോയി കാണാം. ടൈറ്റിൽ സോങ് ആടാ, ഞാൻ പറയട്ടെ, എടാ നിന്റെ ഒരു ബെസ്റ്റ് സോങ് പാടറാ. നീ ഇതിലല്ലോ ഇവിടെ താഴ്വാരത്തിൽ ഇരുന്ന് നല്ല പൊളി വിളിക്കുന്നതാണല്ലോ. നീ എന്താ ലൈവിൽ വെച്ചൊരു പൊളിയില്ലാത്ത? വലിയ പന്നമോളെ കല്യാണം തലേന്ന് ചടിക്കളിച്ച് പരവേശം ഉമ്മ വന്ന് വാതില് മുട്ടി മുട്ടി കാരണം കല്യാണത്തിന് നേരായി പോവേണം. വലിയ പന്നമുള്ള കല്യാണം തലേന്ന് ചടിക്കളിച്ച് പരവേശം ഉമ്മ വന്ന് വാതില് മുട്ടി മുട്ടി കാരണം കല്യാണത്തിന് നേരായി പോവേണം. റെഡിയാവന്റെ മോനെ വണ്ടി കാക്കണ് താഴെ ചവടയണ എത്ര മുല്ലപ്പൂ ബിരിയാണി മണമുക്കിലടിച്ചെന്റെ റഹ്മാനി വളകിലിക്കം വെളുത്തിളക്കം മൈലാഞ്ചി കൈകൾ പല മട്ടിലതിലൊരു മൈലാഞ്ചി കൈമേലെ കണ്ടല്ലോ ചിരിതൂകം കുസുമത്തി ചിരിക്കല്ല നീ 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 കുസുമത്തി. എടാ ഞാൻ കാരണട്ടെ, എടാ മൊത്ത മനസ്സിലൊന്നും വെക്കരുത്. പെട്ടെന്ന് കേട്ടപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞതാണ്. റിയലി സോറി. ഓക്കെ, താങ്ക് യു ഫോർ കമ്മിങ്. എടാ ഞാൻ കാരണട്ടെ, എടാ മുത്തു നിന്റെ മറ്റേ ഇത് പാട്, ആ ഹിന്ദി പാട്ടില്ലേ? അല്ലല്ല, നീ എപ്പോഴും പാടുന്ന ഹിന്ദി പാട്ടുണ്ടാ. ഇങ്ങനെ എടുത്തെടുത്ത് പോകുന്നൊരു പാട്ടുണ്ട്. കവാലിയാണോ? ഏതാ പാടി എന്റെ ഒരു പരിപാടി? അല്ലല്ല, വേറെ വേറെ ഭയങ്കര ഫേമസ് പാട്ടാണ്. മോല മേര പോലത്തെ ഒരു പാട്ടാണ്. അതും കൂടി എടാ മുത്ത് ശരിയായ പാട്ടുകാരാടാ. ഓരോടെ എന്തോ ലൈവ് ലെൻസ് എന്തോ ഇതായതാണ്. അതും കൂടി ലാസ്റ്റ് इश्क की साजिश इश्क की बाजियां पाट हार में खेल के दो दिलों क्या जुआ कि तूने मेरी फुर्सत की कि दिल में इतनी हरकत की इश्क में इतनी बरकत की ये तूने क्या किया फिर अब मारा में चांद से बिछड़ा तारा में दिल से इतना क्यों हारा में ये तूने क्या किया वो सारे दुनिया से जीतने में आया हूँ इधर तेरी आगे ही मैं हारा किया तूने क्या असर मैं दिल का राज कहता हूँ कि जब जब सांसें लेता हूँ तेरा ही नाम लेता हूँ ये तूने क्या किया. Guys, W എല്ലാരും ഒരു ബിഗ് W for മുത്തു ആൻഡ് മേനെ പ്യാർ കിയ കാസ്റ്റ് ആൻഡ് ക്രൂ. അപ്പൊ താങ്ക് യു എല്ലാരും പോയി കാണണം. മേനെ പ്യാർ കിയ. താങ്ക് യു ഫോർ കമ്മിങ്. താങ്ക് യു ഫോർ ടൈം ബ്രോ. വില്ലൻ എന്തല്ല പേരൊന്നും പറഞ്ഞു? അഭിമന്യു. താങ്ക് യു. അപ്പം താങ്ക് യു ഗൈസ്. കാണാം. See you. മനസ്സിലായോ? ഒരു വില ഉണ്ടായിരുന്നു.
JSK കണ്ടില്ല താങ്ക് യു. ഏത് വീഡിയോ ആണോ? ഹീറോ സാഡ് എടാ ഇല്ല ഞാൻ ഓക്കെ ആക്കി അത് ഞാൻ ഓക്കെ ആക്കി. സോറി ഞാനോട് പറയാൻ മറന്നുപോയി. ഞാൻ മെസ്സേജ് ഉണ്ടായിരുന്നു. ഓക്കെ കാണാം. ഹീറോ സാഡ് എടാ ഞാൻ ഓക്കെ ആക്കി മനസ്സിലായി. ഞാൻ കെട്ടി ചെറിയൊരു ഓന്റെ വായെന്ന് അറിയാണ്ട് വന്നതാ. പക്ഷെ ഈടെ വന്നിട്ട് നമ്മളെ സ്ട്രീമിൽ അങ്ങനത്തെ ഒരു ഇത് വന്നാ നിനക്ക് മനസ്സിലായി. അത് ഞാൻ വിട്ടു. എടാ മൈക്ക് ആരുടെയൊക്കെ കയ്യിലുണ്ട് അവിടെ? ഇല്ല ഇവിടെ ഉണ്ട്. തൊപ്പി സേ സോറി. അവിടെ ഞാൻ സോറി പറഞ്ഞു, ഓനും സോറി പറഞ്ഞു, ഞാനും സോറി പറഞ്ഞു. അത് അവിടെ തീർന്നു. മനസ്സിലാവും. അല്ല നീ ആൾക്കാർക്ക് വേണ്ടി ഇപ്പൊ സംസാരിച്ചാണല്ലോ. പിന്നെ ഞാൻ എന്റെ ഇതല്ലടാ. ഞാൻ ഒരു കാര്യം പറ്റേ, നമ്മള് തെറിയതെല്ലാം പറയുന്നത്. പക്ഷെ നമ്മള് നല്ലൊന്നല്ല, എത്രയോ തെറി പറയുന്നത് മനസ്സിലാവും. പിന്നെന്ന് വെച്ചാ ഓൻ പെട്ടെന്ന് ഓന്റെ അറിയാണ്ട് ഒരു വായിന്ന് വന്നവരായിരിക്കും. അതിനൊന്ന് സോറി പറഞ്ഞു. ഓക്കെ അതവിടെ തീർന്നു.